കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും. കർത്താവിൽ അനുഗ്രഹീതരെ, ഈ വിശുദ്ധ നോയമ്പ് ദിവസത്തിൽ ഇത്രയും പേർ ഒന്നിച്ച് ഇവിടെ കൂടി ആത്മാവിലൊന്ന് ആരാധിക്കുവാൻ, കർത്താവിനെ ഒന്ന് വാഴ്ത്തുവാൻ കിട്ടിയ നല്ല അവസരത്തിൽ അഭിമന്യ തിരുമനസിനോടൊപ്പം നമുക്ക് ഈ ആരാധന ശുശ്രൂഷ ഈ ദിവസം നടത്തുവാൻ സാധിച്ചതിൽ ദൈവത്തെ അളവില്ലാതെ സ്തുതിക്കുന്നു. വന്നുചേർന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ അഭിമന്യ തിരുമനസിൻ്റെ അനുവാദത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അഭിമന്യ തിരുമേനി നിങ്ങളോട് അല്പസമയം സംസാരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ചൊവ്വാഴ്ച തോറും നടത്തി വരുന്ന ഈ ധ്യാനയോഗം ഈ ആഴ്ചയിൽ നമ്മുടെ മെത്രാസനത്തിലെ സെൻറ്റ് ജോസഫ് ഫോറത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തവും ഒരു ആത്മീയ ആനന്ദവും ഈ കൊച്ചു ചാപ്പലിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുവാൻ എനിക്കേറെ സന്തോഷമുണ്ട്. നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പതിനോമ്പാണ് നാളെ. നമ്മുടെ പാതനോമ്പിലെ ഒരു പാട്ടിൽ നോമ്പിൻ്റെ ഓട്ടം മധ്യേ വന്നു എന്നൊരു പ്രയോഗമുണ്ട്. നോമ്പിൻ്റെ ഓട്ടം മധ്യേ വന്നു. നോമ്പൊരു ഓട്ടമാണ്. സാധാരണ ജീവിതത്തെക്കുറിച്ച് ജീവിതയാത്രയെന്ന് പറയുന്നത് ജീവിതയാത്രയാണെങ്കിൽ ആ ജീവിതയാത്രയിലെ ഓടുന്ന ചില നിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ നോമ്പെന്ന് പറയുന്നത്. നമ്മൾ ഓടുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാവാം. ഒന്നുകിൽ വളരെ വേഗത്തിൽ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചെന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് ഉണ്ടെങ്കിൽ നടന്ന പോലെ ഓടും. വേഗത്തിൽ ചെന്ന് സമയം കുറവാണ്, അവൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന ആ ദൈർഘ്യം ദൂരത്തിൽ കുറയ്ക്കാൻ ഒക്കെയില്ല, എന്നാൽ സമയത്തിൽ കുറയ്ക്കുവാൻ സാധിക്കും. രണ്ടാമത് ഓടുന്നത് ഭയന്നിട്ടാണ്. ഭയന്ന് മനുഷ്യരോടും, ആരെങ്കിലും ആക്രമിക്കാനായിട്ട് വരുന്നു, അങ്ങനെയുള്ള സാഹചര്യത്തിലും. എനിക്ക് തോന്നുന്നത് നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് അർത്ഥതലങ്ങൾക്കും സാങ്കത്യമുണ്ട്. നമ്മൾ നോമ്പ് തുടങ്ങുന്ന ആദ്യത്തെ കൊത്തനെ ആഴ്ചയിൽ ആദ്യത്തെ ദിവസങ്ങളിലെ പ്രമേയൻ സദറാകളൊക്കെ നോക്കുമ്പോൾ സദറാകളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം നോമ്പിനെ സമാധാനത്തോടെ സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നിൻ്റെ പെസഹ എന്ന വലിയ വിരുന്നിലേക്കും രക്ഷാകരമായ കഷ്ടാനുഭവത്തിലേക്കും കുരിശുമരണത്തിലേക്കും മഹത്വപൂർണമായ പുനരുദ്ധാനത്തിലേക്കും ചെന്ന് ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഈ 50 നോമ്പ് അല്ലെങ്കിൽ വലിയ നോമ്പ് കർത്താവിൻ്റെ വലിയ സ്വർഗീയ വിരുന്നിൽ പങ്കെടുക്കുവാനുള്ള ഒരു വ്യഗ്രതയും ആഗ്രഹവും, അതുപോലെ തന്നെ അവൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തിൻ്റെ പങ്കാളിത്തം സ്വീകരിക്കുവാനും ഒടുവിൽ മഹത്വപൂർണമായ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളാകുവാനും വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യജീവിതത്തിലെ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന 3 ഈ ലക്ഷ്യങ്ങളെ കണ്ടുകൊണ്ടാണ് നമ്മൾ നോമ്പ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് നോമ്പിൻ യഥാർത്ഥത്തിൽ സഞ്ചാരമില്ല, നോമ്പിൽ ഓട്ടമാണ്. അതുകൊണ്ടാണ് നോമ്പിൻ്റെ ഓട്ടം മധ്യേ വന്നു എന്ന നാളെ പാടും ആ പാട്ട് എവങ്കേലിയൻ വായിച്ചു കഴിയുമ്പോൾ നോമ്പിൻ്റെ ഓട്ടം ആ ഓട്ടത്തിലാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത്
ഓടുന്നത് ഭയപ്പെട്ടിട്ടാണ്. കാരണം എന്താണ്? നോമ്പ് സാത്താനോട് എതിർത്ത് നിൽക്കുന്ന തോറ്റുപോകാത്ത ആയുധമാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്തിനാണ് അവിടെ ആയുധമെന്നൊരു വാക്കെടുക്കുന്നത്? ആയുധം രക്ഷയ്ക്കുള്ളതാണ് അല്ലേ? യുദ്ധത്തിന് പോകുന്ന ആളുകൾ അവരുടെ ആയുധങ്ങളെടുക്കും. വേല ചെയ്യുന്നവർ അവരുടെ ആയുധങ്ങളെടുക്കും. അപ്പോൾ നോമ്പ് സാത്താനെതിരെയുള്ള ആയുധം എന്ന് പറയുമ്പോൾ അവിടെ വിവക്ഷിക്കുന്നത് സാത്താനോട് പോരാടുവാനായിട്ടുള്ള ആയുധമാണ്. അങ്ങനെയാണെങ്കിൽ നോമ്പ് സാത്താനോട് പോരാടുന്ന സന്ദർഭമാണെങ്കിൽ ഇവൻ്റെ പിടിയിൽ പെട്ടുപോകാതെ വളരെ വേഗവും ഓടി രക്ഷപ്പെടുവാനായിട്ടുള്ള സന്ദർഭം കൂടാണ്. ഈ രണ്ട് അർത്ഥതലങ്ങളും നമ്മുടെ ആത്മീക ജീവിതത്തിൽ വളരെ അർത്ഥപൂർണമായ അർത്ഥവത്തായിട്ടുള്ള ചിന്തകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോമ്പുകാലത്ത് നമുക്ക് കൂടുതൽ ഉപവസിക്കുന്ന ആളുകളാണെങ്കിൽ നോമ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ വിശപ്പ് അനുഭവപ്പെടുന്നത്. സാധാരണ ദിവസങ്ങളിൽ കഴിക്കണോ വേണ്ടായോ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിലോ ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്ന് ലാഘവത്തോടെ കാണുന്ന ആളുകൾക്ക് പോലും നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഇത്രയും പെട്ടെന്ന് വല്ലതും ഭക്ഷിക്കണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ചെറുതും വലുതുമായ പല സംഗതികളുമുണ്ട്. ഇതെല്ലാം ഈ സാത്താനോട് എതിരിടുന്ന പോരാടുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന സംഗതികളാണ്. അപ്പോൾ അതിനോടൊക്കെ എതിർത്ത് നിൽക്കുവാനും അതിൽ ജയം നേടുവാനും നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനം എന്തുമാത്രം കേൾക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുവോ അതനുസരിച്ച് ദൈവവചനം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ ഇതുവരെയും മനസ്സിലാക്കിയിട്ടുള്ള സംഗതി, എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും അല്ലെങ്കിൽ ദുഃഖങ്ങളിലും ചെറുതും വലുതുമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധികളിലും എല്ലാം ഓരോ ദിവസവും എനിക്ക് ശക്തി പകരുന്നത് ദൈവവചനമാണ്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ ദിവസത്തേക്ക് വേണ്ട ആ ദിവസത്തിൽ വളരെ സാങ്കത്യമുള്ള വളരെ റെലവൻ്റായിരിക്കുന്ന ഒരു വചനം എൻ്റെ അടുക്കൽ കിട്ടും. അതെനിക്ക് തരുന്ന ഊർജം വളരെ വലുതാണ്. അപ്പോൾ വചനം നമ്മെ നയിക്കുന്നതും നമ്മെ നടത്തുന്നതും നമ്മൾ പോലും അറിയാതെയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയം വയ്ക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. ദൈവവചനം വേണ്ടതുപോലെ തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്നവർക്കേ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന നേരത്ത് അതിൻ്റെ മൂല്യം എന്തുമാത്രമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ ധ്യാനത്തിലൂടെ പ്രിയപ്പെട്ട ജോൺ ഷമലച്ചൻ സാധാരണ എല്ലാ ധ്യാനത്തിലും ധ്യാനം നയിക്കുന്നു എന്നുള്ളത് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവുകയില്ല. അദ്ദേഹം വേദഭാഗങ്ങളെടുത്ത് പഠിപ്പിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. അതൊരു ഭാഗ്യമാണ്. ദൈവവചനം പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നത്. അത് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടന്നു വരുന്നു. ഇന്ന് നിങ്ങൾ ഇത്രയും ആളുകൾ വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇതിനുള്ള പ്രതിഫലം നിശ്ചയമായും ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഇന്നത്തെ ഈ കൂടിവരവ് ഇന്ന് പഠിക്കുന്ന ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹ കാരണമായി തീരുകയും തുടർന്നുള്ള നോമ്പിൻ്റെ ഓട്ടത്തിന് അതിന് കൂടുതൽ ഉത്സാഹവും ബലവും നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർവശക്തൻ ഉള്ളം തകർന്നവരേ വാ, ഉണ്മയ
എന്നന്തിയേ ഉള്ളം തകർന്നവരേവാ ഉണ്മയമെന്നന്തിയേ ഉള്ളലിൽ ആശ്വാസം ഉള്ളവൻ ഞാനല്ലയോ ഉള്ളലിൽ ഉള്ളവൻ ഞാനല്ലയോ യേശു വിളിക്കുന്നു എന്നും യേശു വിളിക്കുന്നു അൻപേഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു അൻപേഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു നീട്ടി വിളിക്കുന്നു. കർത്താവിൽ അനുഗ്രഹീതരെ, ഇന്നത്തെ ഈ ദിവസം ദൈവവചനത്തെ ശ്രവിക്കുവാനായിട്ട് നമുക്ക് കാതോർക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരം ഉണ്ടായി കർത്താവിൻ്റെ വചനങ്ങളെ പഠിക്കുന്നത് ഭാഗ്യമാണ്. അവിടുന്ന് തിരുമേനി അത് ഓർപ്പിച്ചു. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈ വചനം വായിക്കാമോ? വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. ഈ പ്രവചനത്തിലെ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അപ്പോൾ ഭാഗ്യവാനാണെങ്കിൽ ഇത് 3 സ്റ്റേജ് കയറണം. ഈ 2 സ്റ്റേജ് നമുക്കെല്ലാവർക്കും വളരെ എളുപ്പമാണ്. അത് പഠിപ്പിക്കാനും എളുപ്പമാണ്. എളുപ്പമെന്ന് പറഞ്ഞാൽ അത് സാധിക്കും. എക്കോ കട്ട് ചെയ്യാൻ പറയണേ. പഠിപ്പിക്കുവാൻ സാധിക്കും, അത് കേൾക്കുവാനും സാധിക്കും. ഇത് പ്രമാണിച്ച് ജീവിക്കുവാൻ പ്രയാസമാണ്, പക്ഷേ പ്രയാസമല്ല. ആരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, പഴയ നിയമത്തിനേക്കാളിൽ കട്ടിയേറിയതാണ് പുതിയ നിയമം. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, പഴയ നിയമം വളരെ എളുപ്പമാണ്. അല്ല, പഴയ നിയമം വളരെ പ്രയാസമാണ്. മോശയുടെ ന്യായപ്രമാണം കഠിനമാണ്. ജീവിപ്പിക്കാൻ അതിന് ശക്തിയൊന്നുമില്ല, പക്ഷേ കഠിനമാണ്. പക്ഷേ കർത്താവിൻ്റെ ന്യായപ്രമാണം അതിലും കഠിനമാണ്. പക്ഷേ നമ്മളൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ലിഫ്റ്റിലോട്ട് കയറി നിന്നാൽ മതി, ലിഫ്റ്റ് നമ്മളെ പൊക്കിക്കൊണ്ട് പോകും. നമ്മളൊന്നും ചെയ്യരുത്, ഒന്നും ചെയ്യാൻ പാടില്ല. കർത്താവിൽ ആശ്രയിച്ചങ്ങിരുന്നാൽ മതി, ഈ ലിഫ്റ്റ് നമ്മളെ പൊക്കിക്കൊണ്ട് പോകും. പൊക്കിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അർത്ഥം പാപത്തെ ജയിച്ച് മുന്നേറുവാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു പാപത്തെ പോലും നമുക്ക് ജയിക്കുവാൻ സാധിക്കത്തില്ല. ഞാനിന്ന് ഈ പരിശുദ്ധ പിതാക്കന്മാരുടെ ഫിലോക്കാലിയയിലെ കുറച്ച് ഭാഗങ്ങൾ രാവിലെ ഇരുന്ന് വായിച്ചു നോക്കുകയായിരുന്നു. കർത്താവെ എന്തുമാത്രം സൂക്ഷിച്ച് ജീവിക്കണം എന്നവർ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. പിശാച് നമ്മളെ ആക്രമിക്കുന്ന വിവിധ രീതികളുണ്ട്. ഞാൻ ഒരെണ്ണം മാത്രം, എല്ലാം കൂടെ വായിക്കുവാൻ സമയമില്ല, നമുക്ക് വേറെ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ഇന്ന് രാവിലത്തെ സദറാ ചിന്തകളിൽ വിശദമായിട്ട് അത് പ്രതിപാദിച്ചിട്ടുണ്ട്. രാവിലെ ഒരു സെഷൻ സദറാ ചിന്തകൾ എന്ന് പറഞ്ഞുകൊണ്ടിടും. അതിനകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പിശാചിൻ്റെ ആക്രമണം എപ്രകാരമൊക്കെ ആയിരിക്കും എന്നാണ് പിതാക്കന്മാർ പഠിപ്പിച്ചു തരുന്നത്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാണ്. തന്ത്രങ്ങളുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ടെങ്കിൽ ആത്മീയമായ തന്ത്രങ്ങളും നമ്മൾ മെനഞ്ഞേ പറ്റത്തുള്ളൂ. ആത്മീയമായ തന്ത്രങ്ങൾ മെനയണമെങ്കിൽ ആ തന്ത്രം അറിയാവുന്നവൻ്റെ കൂടെ ഇരിക്കണം. മാത്രമല്ല, ഈ പൈശാചിക തന്ത്രം എപ്രകാരം നമ്മളിൽ മേൽ വരുന്നു എന്നുള്ളത് നമ്മളെക്കാളിൽ അറിയാവുന്നത് ആർക്കാണ്? അല്ല, പിശാചിനാണ് അറിയാവുന്നത്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മളോട് എങ്ങനെ അവൻ പ്രയോഗിക്കണം അല്ലെങ്കിൽ പ്രയോഗിക്കുവാൻ പോകുന്നുവെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാണ്? കർത്താവിനാണ്. അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത്, പത്രോസെ സൂക്ഷിച്ചോളണം, ഞാൻ നിനക്കൊരു വാണിംഗ് തരികയാണ്. ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. പത്രോസ് എന്താ പറഞ്ഞത്? പത്രോസ് പറഞ്ഞു, ഞാനങ്ങനൊന്നും ചെയ്യത്തേയില്ല, അങ്ങനൊന്നും വിചാരിക്കേ വേണ്ട, ഞാൻ നിന്നോടുകൂടി ചാവാനും തയ്യാറായി നിൽക്കുകയാണ്.
പത്രോസ് വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഉള്ളിൽ മറഞ്ഞിരുന്ന പിശാചിനെ കർത്താവ് കണ്ടു. പത്രോസിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന പിശാചിനെ കർത്താവല്ലാതെ പത്രോസോ ലോകത്തിൽ ഒരു മനുഷ്യനോ 11 അപ്പോസ്തലന്മാരോ കണ്ടില്ല. അപ്പോൾ കർത്താവ് എല്ലാത്തിനും മുന്നമേ വാണിങ്ങി തരും. നിങ്ങൾ ഏത് കാര്യത്തിന് പോകുമ്പോഴും അത് ദൈവകൃപയിൽ നിന്ന് അകന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഉറപ്പാണ്, നിങ്ങൾ എഴുതി വെച്ചോ, ദൈവ മക്കളായിട്ട് നിങ്ങൾ മുദ്ര ഒത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാണിങ്ങിന് തരും. ആ വാണിങ്ങിനെ അവഗണിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിനുള്ള ഒരു തടസ്സം നമുക്ക് നേരിടും. അതും കടന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിൻ്റെ പുറകെ, ചെയ്യുന്നതിൻ്റെ പുറകെ പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദുരിതം കയറി വരും. ഇതൊക്കെ വലിച്ചു വയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഒരു ലിഫ്റ്റുണ്ട്, അതേ കയറി നിൽക്കുക. ആ ലിഫ്റ്ററിൻ്റെ പേരാണ് സഹായകൻ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ പെന്തിക്കോസ്തിയിൽ വിളിക്കുന്നത് എന്താണ്? അതിൻ്റെ സുറിയാനി വാക്കുണ്ട്. അത് ഞാൻ പഠിപ്പിക്കുവാനും പറഞ്ഞു തരുവാനും കാരണം ഈ വാക്ക് നമ്മൾ കേൾക്കും. പാറക്കലീത്തോ എന്ന് പറഞ്ഞാൽ സഹായകൻ എന്നാണ് അർത്ഥം. ലിഫ്റ്ററാണ്. നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകും. നമ്മൾ വിചാരിക്കും കർത്താവിൻ്റെ ഈ കൽപ്പനകൾ എങ്ങനെ പാലിക്കുവാൻ പറ്റും? ഒരു ചെകിട്ട് അടി കിട്ടുമ്പോൾ മറ്റേ ചെകിട് ആരെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ ഞാൻ ചെയ്തിട്ടില്ല. സ്ത്രീയെ വ്യഭിചാരം എന്ന കർമ്മം ചെയ്യുകയൊന്നും വേണ്ട. ആ മോഹത്തോടെ നോക്കിപ്പോയാൽ അത് ചെയ്തതുപോലെയാണ് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ മനുഷ്യന് സാധ്യമാകും? അത് സാധ്യമാകണമെങ്കിൽ അതിനൊരു സഹായം വേണം. ആ സഹായകൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ അങ്ങ് ചെയ്തോളും. നമ്മൾ വെറുതെ അവൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് കൊടുത്താൽ മതി. പിശാചിൻ്റെ ഒരു ആക്രമണത്തെപ്പറ്റി ഞാൻ വായിച്ചിട്ട് ഞാനങ്ങ് സ്തബ്ധനായിപ്പോയി. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. വഞ്ചകനായ ഒരു പിശാചുണ്ട്. പുലർക്കാലത്താണ് അവൻ മനുഷ്യഹൃദയങ്ങളെ സന്ദർശിക്കുന്നത്. മറ്റ് വീടുകളും ഗ്രാമങ്ങളും നഗരങ്ങളും സന്ദർശിക്കാനായി അവൻ നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതെന്ന് എഴുതിയതാണ്? 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലൊക്കെ എഴുതിയതാണ്. അന്ന് ഫോണില്ല, അന്ന് TV ഇല്ല, അങ്ങനെയുള്ള ഒരു സംഗതികളുമില്ല, കാറില്ല. വളരെ ദാരിദ്ര്യം പിടിച്ച ഒരവസ്ഥയിൽ മനുഷ്യരോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ വീടുകളിൽ നിന്ന് രാവിലെ ഇറങ്ങി അടുത്ത വീടുകളിൽ പോകും. വർത്തമാനം പറയാനാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്തരം സന്ദർശനങ്ങൾ വികാരങ്ങളെ ഉണർത്താൻ കാരണമാവുകയില്ലെന്നാണ് അവൻ കരുതുന്നത്. ഈ സന്ദർശനത്തിലൂടെ മനസ്സ് പഴയ പരിചയക്കാരെ കണ്ടുമുട്ടുന്നതിനും ദീർഘമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിനും തൽഫലമായി കൂടുതൽ ദുഷിക്കുന്നതിനും ഇടവരുന്നു. ക്രമേണ അത് ദൈവജ്ഞാനത്തിൽ നിന്നും പരിശുദ്ധിയിൽ നിന്നും അകന്നു പോകുകയും ജീവിത വിളി മറക്കുകയും ചെയ്യുന്നു. സന്യാസിമാർക്കുള്ളതാ, എന്നാലും ഒന്ന് കേൾക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. അത് കാലികമായിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മളിപ്പോൾ വീടുകളൊന്നും സന്ദർശിക്കാറില്ല. എല്ലാവരും അവരവരുടെ മുറിയിൽ തന്നെയാണ്. പുറത്തോട്ടിറങ്ങുന്ന പരിപാടിയെ നമുക്കില്ലല്ലോ. പക്ഷേ നമ്മൾ പുറത്തോട്ടിറങ്ങുന്നതിനേക്കാളിൽ കൂടുതൽ ഈ മാനസിക വ്യാപാരങ്ങളും അത് സംഭാഷണങ്ങളും മുറിയിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, രാവിലെ എണീച്ചു, പ്രാർത്ഥിച്ചു, നോമ്പിലെ നമസ്കാരം എല്ലാം പൂർത്തീകരിച്ചു, നേരെ വന്നിട്ട് നമ്മൾ ലോകത്തിന് സുഖം പകരുന്നതും നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖം തരുന്നതുമായ സംഭാഷണങ്ങളിലും കാഴ്ചകളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുവാൻ നമ്മളെ നിർബന്ധിക്കുന്ന വഞ്ചകനായ ഒരു പിശാച് മറഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, നല്ല പ്രാർത്ഥനയാണ്, നോമ്പിലെ നമസ്കാരം ഒന്നും വിട്ടില്ല, വിശ്വാസ പ്രമാണം 3 തവണയൊക്കെ കുമ്പിട്ടു. പക്ഷേ എങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നേരെ രാവിലെ പത്രം എടുത്തു, വായിച്ചു. പത്രം വായിക്കരുതെന്നല്ലേ ഞാൻ പറയുന്നത്, അങ്ങനെ ഒന്നുമല്ല. പക്ഷേ നമ്മൾ അതിനെ ഡിസ്കഷൻസ് തുടങ്ങും. പ്രത്യേകിച്ച് ഇന്നത്തെ പത്രത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ചിന്തിക്കുവാനോ നമ്മുടെ പരിശുദ്ധിയെ ഒരു അംശം പോലും കൂട്ടുന്ന ഒരു സാധനവും ഇന്നത്തെ ന്യൂസുകളിലില്ല. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അതിനെപ്പറ്റി ഡിസ്കഷൻസ് തുടങ്ങും. നോമ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിതാക്കന്മാർ ഉപദേശിച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ്. പ്രാർത്ഥനകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. 1 നാവ്, 2 ഭക്ഷണം. നാവ്, ഭക്ഷണം. നോമ്പിലെ പ്രാർത്ഥനയിൽ ഉടനീളം ഈ ഭക്ഷണത്തെ പറ്റി പറയുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കുവാൻ കാര്യം, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ രുചിക്ക് നമ്മുടെ ആത്മീയതയെ നശിപ്പിക്കുവാനുള്ള ഭീകരമായ ശക്തിയുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ,
ഭക്ഷണം കഴിക്കുന്നതിലല്ല തെറ്റ്, കഴിക്കുമ്പോൾ നമ്മുടെ ജഡത്തിൻ്റെ ആസക്തി വർദ്ധിക്കും. കാരണം ജഡം കൊഴുക്കുമ്പോൾ ജഡത്തിന് ആഗ്രഹങ്ങൾ വർദ്ധിക്കും. മാനുഷികമായി നമ്മൾ ഈ ആഗ്രഹങ്ങളെ സാധൂകരിക്കുവാൻ വേണ്ടിയും അത് കൊടുക്കുവാൻ വേണ്ടിയും ശരീരം പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ ജഡത്തിന് എന്താണ് കൂടുതൽ വേണ്ടത്? സുഖമാണ് വേണ്ടത്. സന്തോഷമൊന്നും ജഡത്തിന് വേണ്ട. സന്തോഷം നമ്മുടെ ആത്മാവിന് മതി. അപ്പോൾ ഈ ഫാൻ ഇട്ടിരിക്കുന്നു, നമുക്ക് എന്ത് കിട്ടും? കാറ്റ് കിട്ടും. കാറ്റ് കിട്ടുമ്പോൾ നമുക്ക് സുഖം കിട്ടും. എന്തിന് കിട്ടും? ശരീരത്തിന് സുഖം കിട്ടും. അപ്പോൾ 1 കൊരിന്ത്യർ 9:27 പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതെ ഇരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ശരീരത്തിൽ ദണ്ഡനമെടുത്തെങ്കിൽ മാത്രമേ ആത്മാവിന് ശോഭ വരത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കുവാനുണ്ട്. 1 പത്രോസ് 2:24 എന്താ പറയുന്നത്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ കർത്താവ് പാപം ഏറ്റത് എന്തിനാണ്? ശരീരം ചെയ്ത തെറ്റ്. ആദാം ശരീരത്തിൽ കൂടി രുചി വഴിയിൽ കൂടി നേടിയ തെറ്റ്, അതിനെ പരിഹരിക്കുവാൻ ദൈവം തമ്പുരാൻ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് വരാതെ ഇതെല്ലാം പരിഹരിക്കപ്പെടട്ടെ എന്നല്ല പറഞ്ഞത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി രാസരൂപം എടുത്ത് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണ മുഴുവനായി തീർന്നിട്ട് ശരീരത്തിൽ ഈ വേദനയെടുത്ത് ശരീരത്തെ തകർത്തു. എന്തിനാണ്? ആദാം രുചി നോക്കി. ആദാം രുചി നോക്കിയതിനാണ്. അതുകൊണ്ട് ഈ രുചിയെപ്പറ്റി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് കർത്താവിനോട് അടുക്കും തോറും നമുക്ക് ലോകത്തിൻ്റെ അഭിരുചിയും കുറഞ്ഞു വരും. നമ്മൾ ആത്മീയമായി വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെ നമുക്ക് ലോകത്തോടുള്ള താല്പര്യം കുറയുന്നു എന്നാണ്. എന്താണ് ലോകത്തോടുള്ള വിവിധ താല്പര്യങ്ങൾ? അത് അവനവൻ തന്നെ ശോധന ചെയ്ത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ലോകത്തിനോടുള്ള അഭിരുചി, അത് ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ജീവിക്കുവാൻ പരിശുദ്ധാത്മ നമ്മളെ പ്രേരിപ്പിക്കുകയും അതിന് സഹായിക്കുകയും ചെയ്യും. മേലപ്രായിലെ മാത്യു ശ്രീമ്പാച്ചൻ മൗനം എടുത്തുകൊണ്ടിരുന്ന കാലത്ത്, 1 വർഷം മൗനം എടുത്തിരുന്ന സമയത്ത് അദ്ദേഹത്തോട് കർത്താവ് സംഭാഷിക്കുമായിരുന്നു. മൗനം എടുക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടായിരിക്കുക എന്നല്ല അർത്ഥം. മിണ്ടാതിരിക്കും, ലോകത്തോട് മിണ്ടില്ല, കർത്താവിനോട് മിണ്ടും. അപ്പോൾ ദൈവം സംസാരിച്ച കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അത് എഴുതി വെച്ചത്. നോക്കിയപ്പോൾ അത് സംഭാഷണമായിരുന്നു മനസ്സിലായി. 1-2 വോളിയം റിലീസ് ചെയ്തു. ഇനിയും കെട്ടുകണക്കിന് എഴുതി വെച്ചിരിക്കുന്നത് കിടക്കുന്നു. അപ്പോൾ ഞാനത് ഗബ്രിയേൽ തിരുമേനി എന്നെ അത് എടുത്ത് പകർത്താൻ ഏൽപ്പിച്ചു. പഴയ മലയാളമാണ്, ഒന്നും കാണുകയല്ല, മഷിയെല്ലാം പടർന്നുപോയി. എങ്കിലും ഞാൻ അതിങ്ങനെ പകർത്തി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ആ 1 വർഷ കാലയളവിനിടയിൽ വലിയ നോയമ്പ് വരുമല്ലോ. ആ വലിയ നോയമ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തോട് കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യം കേട്ട് നിങ്ങൾ തലകറങ്ങി വീഴില്ലെങ്കിൽ ഞാനൊന്ന് ഒരു പാരഗ്രാഫ് പോലെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറയുകയാണ്, എങ്ങനെ എന്തുമാത്രം സൂക്ഷ്മതയോടുകൂടി ഈ വിശുദ്ധ നോമ്പിൽ ഭക്ഷണവുമായിട്ടുള്ള ബന്ധത്തിൽ നീ ജാഗരൂകനായിരിക്കണം. 1950 ഏപ്രിൽ മാസം 5-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നും നീക്കും തന്നെ ആമീൻ. കർത്താവെ, തിരുമേനിയുടെ കഷ്ടാനുഭവത്തെ ഓർത്ത്, കഷ്ടാനുഭവയുടെ ആഴ്ചയുടെ സമയമായിരുന്നു, മഹാപാപിയ അടിയനോട് ഇപ്പോൾ സംസാരിക്കണമേ. അപ്പോൾ ഉടനെ കർത്താവിൻ്റെ മറുപടി: എൻ്റെ വാത്സല്യ മകനെ, നിനക്ക് ദിവ്യ സമാധാനം. നീ ഭയപ്പെടാതെ ഇന്നു മുതൽ ദിനചര്യകൾ ക്രമമായി അനുഷ്ഠിക്കണം. അതിനാൽ കൃപയാൽ വേഗത്തിൽ ഭക്ഷണ വിരക്തി നിനക്ക് ലഭിക്കും. ഇന്ന് ഉച്ച കഴിഞ്ഞ് നിനക്ക് പൊടിയേരിക്കഞ്ഞിയും ചെറുപയറും കഴിക്കാം. അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞേ എന്തെങ്കിലും കഴിക്കാവൂ. ശുശ്രൂഷകൾക്കുള്ള ധൈര്യവും അതുപോലെ തന്നെ ശരീരത്തിന് ഉന്മേഷവും ഞാൻ തന്നുകൊള്ളാം. പിന്നീടുള്ള ആഹാരക്രമം പിന്നാലെ അറിയിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. വാത്സല്യമകനെ, ഭക്ഷണ വിരക്തി സംബന്ധിച്ച് താഴെ പറയുന്ന കാര്യങ്ങൾ 2 ആഴ്ചത്തേക്ക് മാത്രം നീ സൂക്ഷിച്ചാൽ കൃപയാൽ നീ ഭക്ഷണ വിരക്തനാകും. ഇന്ന് കഴിഞ്ഞാൽ ചെറുപയർ പൊടിയരിക്കഞ്ഞിയും നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രം ഭക്ഷിക്കുക, വേറെ ഒന്നും പാടില്ല.
പച്ചവെള്ളം മാത്രം ആവശ്യമുള്ളപ്പോൾ കുടിക്കുക, വേറൊരു പാനീയവും കഴിക്കരുത്. ഇത് നീ കർശനമായി നിഷ്ഠ പാലിച്ചാൽ നിൻ്റെ ഭക്ഷണ കൊതി നിശേഷം മാറി കണിശമായി നീ ഭക്ഷണ വിരക്തനാകും. ഇതിനു പുറമേ നിവൃത്തിയുള്ളിടത്തോളം നീ പകൽ വെളിയിൽ ഇറങ്ങരുത്. കുറച്ചു മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? പഴയ പിതാക്കന്മാർ പുറത്തോട്ടിറങ്ങിയാൽ ഉള്ള പ്രശ്നം, നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ നേടിയെടുത്ത കൃപ അതിൽ കൂടി പതിയെ ഒഴുകിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും സാധാരണ മനുഷ്യനായി പോകുന്നത്. പിന്നെ സാധാരണ മനുഷ്യനാണ്. അല്പം ഒന്ന് സൂക്ഷിച്ചാൽ ഈ സാധാരണത്വത്തിൽ നിന്ന് അല്പ അസാധാരണത്വത്തിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കും. എപ്രകാരം എന്നാൽ അതിന് ശരീരത്തെ ദണ്ഡിപ്പിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് ഭക്ഷണത്തിൻ്റെ രുചി മാത്രമല്ല, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ഈ 5 ഇന്ദ്രിയങ്ങളിൽ ഉപവാസം പ്രഖ്യാപിക്കണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. കഴിഞ്ഞ ധ്യാനത്തിൽ ഇത് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഇത് കുറച്ചും കൂടെ ആൾക്കാരിന്ന് വന്നിട്ടുള്ളത് കൊണ്ടാണ്. ശരീരത്തിൽ നമ്മളൊരു വ്യഥയെടുക്കുമ്പോൾ ആത്മാവ് ശോഭിക്കും. മോശ കൈ ഉയർത്തി എന്ന് പ്രാർത്ഥിച്ചല്ലേ, അപ്പോൾ അമാലേക്കർ തോറ്റു. കൈ കഴിക്കുന്നിടാ മക്കളെ, താഴെ എനിക്ക് കൈ ഒന്ന് നൂത്തിടണം. മോശ കൈതാട്ടിട്ടു, അമാലേക്കർ ജയിച്ചു. അമാലേക്കർ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അമാലേക്കർ തോൽക്കണമെങ്കിൽ, പിശാചുക്കൾ തോൽക്കണമെങ്കിൽ ശരീരത്തിൽ നമ്മൾ പെയിൻ എടുക്കണം. 100 വയസ്സുള്ള മോശ ഈ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെയുണ്ട്? കൈ കഴിച്ച് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അഹ്റോനും ഹൂരും കൂടെ വന്ന് കൈ താങ്ങിക്കൊടുത്തത്. എന്നിട്ട് പോലും വേദന എടുക്കുകയാണ്. അപ്പോൾ ആ വേദന എടുത്തപ്പോഴാണ് പിശാച് തോറ്റത്. പിശാച് തോൽക്കുന്നത് ആത്മാവിന് ശോഭ വർദ്ധിപ്പിക്കും. അപ്പോൾ ഇനിയുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ആത്മാവിന് ശോഭ വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ ആ ശോഭ മനസ്സിലേക്ക് വ്യാപിക്കും. തൽക്കാലം മനസ്സെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. ദേഹി എന്നുള്ള വാക്ക് വെളിയിൽ കസേര കിടപ്പുണ്ടോ? ഉണ്ടോ? ഒരെണ്ണം എടുത്തു കൊടുക്കാമോ പുറയിലോട്ട്? കുഴപ്പമില്ല, ശ്രദ്ധിച്ചോളൂ. അവിടെ കിട്ടിയിട്ടുണ്ട്, എന്നാലും ഒരെണ്ണം സ്പെയർ ഇട്ടേര്. ശ്രദ്ധിച്ചേ, നമുക്ക് സമയമില്ല, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആത്മാവിന് ശോഭ വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ശോഭ ദേഹിയിലേക്ക് വ്യാപിക്കുകയും ദേഹിയിൽ നിന്നത് ശരീരത്തിലേക്ക് പ്രവഹിക്കുകയും ചെയ്യും. ശരീരത്തിലേക്ക് പ്രവഹിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് അന്നേരമായിരിക്കും മനസ്സിലാവുന്നത് ഇതിനൊരു സന്തോഷമുണ്ടല്ലോ എന്നുള്ളത്. അതുവരെ ശരീരം ഇതിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് വെളുപ്പിനെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുവാനോ വചനം വായിക്കുവാനോ ഒക്കെ തോന്നാത്തത് എന്തുകൊണ്ടാണ്? ആത്മാവിന് ആഗ്രഹമുണ്ടല്ലേ? നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആർക്കാണ് ആഗ്രഹമില്ലാത്ത വചനം വായിക്കരുതെന്ന്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. വേണേൽ തീരുമാനമൊക്കെ എല്ലാ വർഷവും എടുത്തു കളയും, അല്ലെ ഓരോ ദിവസവും എടുത്തു കളയും. നാളെ തന്നെ. അത് മറ്റൊരു പിശാചാണ്. ഈ ഫിലോക്കാലിയിൽ പറയുന്നുണ്ട് കേട്ടോ, പ്രൊക്കാസ്റ്റിനേഷൻ സ്പിരിറ്റ് എന്ന് പറയും. അത് നാളത്തേക്ക് മാറ്റി വയ്ക്കുക. ശീമാസ്കാരത്തിലൊരു പാട്ടുണ്ട് ഇപ്രകാരം, കേട്ടിട്ടുണ്ടോ? എൻ തപനം നാളേക്കെന്നോരോ ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും. കാലം പോകുന്നു, പിഴ നിലനിൽക്കുന്നു, കൃപ ചെയ്യുക നാഥ. ഞാൻ പഠിപ്പിച്ചു തരട്ടെ, പഠിക്കണം നിങ്ങൾ. എന്നിട്ട് ദിവസം രാവിലെ എണ്ണിച്ചൊന്ന് പാടണം. പ്രൊക്കാസ്റ്റിനേഷൻ സ്പിരിറ്റ് എന്ന് പറയും. ഇതൊരു ഈവിൾ സ്പിരിറ്റാണ്. എൻ്റെ അനുതാപം ഓരോ ദിവസവും ഞാൻ വിചാരിക്കും നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. അതങ്ങ് തീരും, കാലം തീരും, പിഴ നിലനിൽക്കും. എൻ തപനം നാളേ എന്ന് പാടിയേ. എന്നോരോ ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും. ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും. കാലം പോകുന്നു, പിഴ നിലനിൽക്കുന്നു, കൃപ ചെയ്യുക നാഥ. ഹല്ലേലൂയ്യായോ ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യായോ ഹല്ലേലൂയ്യ. മോചനമെങ്ങൾക്കും. അപ്പം ഞാനൊന്ന് പാടി കേൾപ്പിക്കാമേ. ഇതൊരു ആത്മാവാണ്.
അതായത് ഈവിൾ സ്പിരിറ്റാണ്. അനുദപിക്കാമെന്ന് വിചാരിക്കും, കുമ്പസാരിക്കാമെന്ന് വിചാരിക്കും, അടുത്ത പെസഹായിക്കാട്ടെ. പെസഹായിക്ക ഉള്ളല്ലോ ഇപ്പം കുമ്പസാരം. കുമ്പസാരിക്കിൻ്റെ കഷ്ടാനുവാഴ്ച അല്ല കേട്ടോ. കഷ്ടാനുവാഴ്ച കർത്താവിൻ്റെ ധ്യാനം, കർത്താവിനെ പറ്റി മാത്രം ചിന്തിച്ചിരിക്കുവാനുള്ള ദിവസങ്ങളാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഈ 50 ദിവസം. തിരുമേനി സൂചിപ്പിച്ചല്ലോ, എവിടേക്കാണ് നമ്മൾ ഓടുന്നത്? പെസഹായിക്കും എൻ്റെ കഷ്ടാനുഭവത്തിനും എൻ്റെ മഹനീയമായ ഉയർപ്പിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. അതിനുവേണ്ടിയാണ് നമ്മൾ തയ്യാറാകുന്നത്, വേറെ ഒന്നിനുമല്ല. വേറെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കരുത്. നോമ്പ് നോക്കുന്നത് ഈവൻ യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ ലോകം നിൽക്കുമ്പോഴും നമ്മൾ വിചാരിക്കും, ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ കർത്താവേ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തരുതേ. അങ്ങനെയല്ല, ആപത്തൊന്നും വരികയില്ല. പക്ഷെ നമ്മൾ നോമ്പെടുക്കുന്നത്, എൻ്റെ കർത്താവേ, നിൻ്റെ പെസഹായിക്കും നിൻ്റെ കഷ്ടാനുഭവത്തിനും നിൻ്റെ ഉയർപ്പിലേക്കും ചെന്ന് ചേരുവാനുള്ള ആ ഓട്ടം വിശുദ്ധിയോടെ പൂർത്തീകരിക്കണമേ എന്നുള്ള ആഗ്രഹത്തിലാണ്. അതിന് അനുതാപം ആവശ്യമാണ്. പ്രൊക്കാസ്റ്റിനേഷൻ പാടില്ല. എൻ തപനം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുതാപം. എൻ തപനം നാളേക്കെന്നോരോ ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും. കാലം പോകുന്നു, പിഴ നിലനിൽക്കുന്നു, കൃപ ചെയ്യുക നാഥ. ഹാലേലുയ്യായോ ഹാലേലുയ്യ, ശരണം നിൻ കൃപ താൻ. അങ്ങനെയാണ് അവസാനം, ശരണം നിൻ കൃപ താൻ. ഇത് ശീമാവസ്കാരത്തിലെ ഒരു പാട്ടാണ്. ഇങ്ങനെയുള്ള നല്ല ഗീതങ്ങൾ നമുക്ക് ആരാധനാക്രമങ്ങളിലുണ്ട്. അപ്പോൾ ആത്മാവിന് ശോഭ വർദ്ധിക്കുന്നത് ശരീരത്തിൻ്റെ യാതന കൊണ്ടാണ്. ഇതാണ് ഞാൻ പറയാൻ പോകുന്നതിൻ്റെ ക്രക്സ് ഭാഗം. ആത്മാവിൻ്റെ ശോഭ വർദ്ധിക്കുന്നത് ശരീരത്തിൻ്റെ ത്യാഗം കൊണ്ടാണ്, അല്ലെങ്കിൽ പീഡനം കൊണ്ടാണ്. അത് വേദനയാണ്. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കാര്യമില്ലാതെ പറയണം ഇതൊക്കെ. ഞാനൊരു കാര്യം ഒരച്ഛനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ചെയ്തോട്ടെ. അച്ഛൻ എന്തോ ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. അച്ഛൻ എന്നെ ഉണ്ടെങ്കിൽ 2 ചാട്ടം, താൻ എന്തെങ്കിലും കാണിക്കണത്. അവിടെ നമുക്ക് പെട്ടെന്ന് വിവേകം ഉണ്ടാകണം. ആ സ്പോട്ടിൽ വിവേകം ഉണ്ടാകണം. അവിടെ നമ്മൾ ഒരു വാക്ക് തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ കൃപ മുഴുവൻ പോകും. ഇത്രയും നേരം പ്രാർത്ഥിച്ചതും വചനം വായിച്ചതും ഇവിടെ വന്ന് ധ്യാനം എടുക്കുന്ന കാര്യമൊക്കെ വേണേൽ അതൊക്കെ എടുക്കാൻ പറ്റിയേക്കും, പക്ഷേ കൃപ കാണില്ല. അപ്പോൾ ഇത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയായത്, അകത്ത് പെയിനാണ്. ആ പെയിൻ എടുക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? ആത്മാവിന് ശോഭ വരും. ആ ശോഭ വരുമ്പോൾ ആ ശോഭ പതുക്കെ ദേഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ദൈവമഹത്വത്തിന് ഒരാളെ തിരിക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം നമ്മളുടെ ദേഹിയിലേക്കാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ദേഹിയിൽ നിന്ന് അത് ശരീരത്തിലേക്ക് മാറും. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ശരീരം ആദ്യം പെയിൻ എടുത്തുകൊണ്ടാണ് ഇത് ഇത്രയും സംഭവിച്ചത്. ഇതൊരു സിദ്ധിയായിട്ടങ്ങ് മാറും. അതായത് ഇങ്ങനെ സഹിക്കുന്നതാണ് സിദ്ധിയാവുന്നത്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും. സിദ്ധതയാണ് പ്രത്യാശ ഉളവാക്കുന്നത്. അപ്പോൾ ഇത് സിദ്ധി, അതാണ് സിദ്ധന്മാരും സിദ്ധികളും. ഇതാണ് നമ്മൾ ആർജിക്കേണ്ട സിദ്ധി. ഈ സിദ്ധി അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ ശരീരത്തിന് മനസ്സിലാവും ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ശരീരം പറയും, എന്നാൽ ഇനിയും തൊട്ട് ആത്മാവിനെ ഒന്ന് അനുസരിച്ച് നോക്കാം. അല്ലെങ്കിൽ ശരീരം ആത്മാവിനെ അനുസരിക്കുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട, നടക്കത്തില്ല. കാരണം ആത്മാഭിലാഷം ജഡത്തിനും ജഡ അഭിലാഷം ആത്മാവിനും വിരോധമായിരിക്കുന്നു. ഗലാത്യർ 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങളെ ജയിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ ജഡം ആദ്യം പെയിൻ എടുക്കണം, അല്ലാതെ ഇത് അനുസരിച്ച് നടക്കുവാനേ സാധ്യമല്ല എന്നുള്ള കാര്യം ഈ നോമ്പ് കാലത്ത് ആമുഖമായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. ഇത്രയും കാര്യം പറഞ്ഞത് തിരുമേനി പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടെന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നോമ്പ് കാലമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഈ വിശുദ്ധിയുടെ തലവെന്ന് പറയുന്നതിന് വലിയ വലിയ ആത്മീയ സാധ്യതകളാണ്. വിശുദ്ധനാകുവാൻ ആഗ്രഹിക്കണം, വിശുദ്ധയാകുവാൻ ആഗ്രഹിക്കണം. കർത്താവെ, നിൻ്റെ മാതാവിൻ്റെ അത്രയും വിശുദ്ധി എനിക്ക് തരണമെന്ന് പറയണം. എന്തിനേറെ പറയുന്നു, കർത്താവിൻ്റെ അത്രയും വിശുദ്ധി വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അല്ലേ? 2 കൊരിന്ത്യർ 3:17 വായിക്കാമോ? 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട്?
സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിപ്പോയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി എന്താണ് സംഭവിക്കുന്നത്? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഒന്ന് വായിക്കാം, എല്ലാവരും കൂടെ ചേർന്ന് വായിക്കാം, ഒരുമിച്ച് പുസ്തകം എടുത്ത് നോക്കണം. എന്നിട്ട് ഉറച്ച് വായിക്കണം. ദൈവവചനം വായിക്കുന്നതിൽ നാണം വരരുത്. എല്ലാം വളരെ ഭംഗിയായിട്ട് ഉറച്ച് വായിക്കണം. പ്രാർത്ഥിച്ച് കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിപ്പോയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഈ തേജസ് എവിടുന്ന് പ്രാപിക്കുമെന്നാണ് ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞത്. ആത്മാവിൻ്റെ ശോഭയാണ് ഈ പറയുന്നത്. തേജസ് അതെവിടുന്ന് പ്രാപിക്കും? ആത്മാവിൽ നിന്ന് ഇറങ്ങണം. ആത്മാവിൽ തേജസ് ഉണ്ട്. കാരണം തേജസ്സിൻ്റെ സ്പാർക്കാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. എപ്പോൾ? അല്ലല്ല, ഞാൻ ചോദിച്ച ചോദ്യം, ആത്മാവിൽ തേജസ് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എപ്പോൾ? പരിശുദ്ധ മാമോദീസായിൽ പരിശുദ്ധ മൂറോനഭിഷേകത്താൽ ഒരു തേജസ്സേറിയ കർത്താവിൻ്റെ സ്വരൂപമായ കർത്താവിൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിനോട് ഒത്ത, അവൻ്റെ രൂപവും സാദൃശ്യത്തിനോടും ഒത്ത ഒരു ആത്മാവിനെയാണ് മാമോദീസായിൽ ഇട്ട് തന്നിരിക്കുന്നത്. ഒന്നിനും കുറവില്ലാത്തരായി. 1 കൊരിന്ത്യർ 1:7. അങ്ങനെ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും ജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു എന്നാണ്. ഒന്നിനും കുറവില്ലാത്തവരായി. അങ്ങനെ തേജസ്സുള്ള ആത്മാവിനെ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ആത്മാവിൽ നിന്ന് തേജസ് വെളിയിലോട്ട് ഇറങ്ങണമെങ്കിൽ, അതായത് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ ശരീരത്തിൽ നമ്മൾ വ്യഥയെടുക്കണം. ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പേരൂടെ വന്നുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. പക്ഷെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ശരീരം എന്നുള്ള വാക്കിന് ആരാധനാ ഭാഷ ജഡമെന്നാണ്. ജഡം. കർത്താവേ ഞങ്ങളെ ജഡമോഹങ്ങളെ എന്നാണ് പറയുന്നത്, ശരീരമോഹങ്ങളെ എന്നല്ല. ജഡം എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം? നിങ്ങൾ പറയൂ. അത് പറഞ്ഞാലേ അത് മനസ്സിലാകത്തുള്ളൂ. ജഡം എന്നുള്ള വാക്കിനകത്ത് എന്തെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ അർത്ഥമല്ല എനിക്ക് വേണ്ടിയത്. പറയൂ. അല്ലല്ല, ദേഹി ആത്മാവല്ല. അല്ലല്ല, അതൊന്നുമല്ല. അതിലേക്കൊന്നും പോണ്ട. ചതുർഭൂതങ്ങളാണോ ഉദ്ദേശിച്ചത്? അല്ല, അതൊന്നും പോണ്ട. ശരീരം എന്നുള്ള അല്ലെങ്കിൽ ജഡം എന്നുള്ള വാക്കിന് ഞാനങ്ങ് പറഞ്ഞേക്കാം, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. ജഡം എന്ന് പിതാക്കന്മാർ എവിടെയൊക്കെ പറയുന്നോ അവിടെ എല്ലാം ബോഡി പ്ലസ് മൈൻഡ് എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ശരീരവും മനസ്സും കൂടെ. അതിന് മനസ്സെന്ന് ഞാൻ തൽക്കാലം പറയുന്നുള്ളതേ ഉള്ളൂ. ദേഹി എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ പ്രയോഗം. ആദ്യം ആത്മാവ് എന്താണ്, ദേഹി എന്താണ്, ശരീരം എന്താണെന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇതൊക്കെ ആദ്യമേ പഠിപ്പിക്കേണ്ടതാണ്. അതിനുള്ളൊരു സമയം സാവകാശവും നമുക്ക് കിട്ടിയില്ല. കുഴപ്പമില്ല, അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നോളും. അതായത് നമ്മുടെ മനസ്സെന്ന് തൽക്കാലം നിങ്ങളങ്ങോട്ട് മനസ്സിലാക്കുക. മനസ്സിലാകുവാൻ വേണ്ടി കണക്കിലൊക്കെ ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സോ ആൻഡ് സോ എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുന്ന പോലെ ലെറ്റ് മൈൻഡ് ഈസ് ഈക്വൽ ടു സോൾ എന്നങ്ങോട്ട് വയ്ക്കുക. പലരും സോൾ ആൻഡ് സ്പിരിറ്റ് തമ്മിൽ കൺഫ്യൂസ് ആയിട്ടുണ്ട്. സോളല്ല സ്പിരിറ്റ്. എന്നാൽ ഇതെല്ലാം ഒന്നുമാണ് കേട്ടോ. ശരീരം, ദേഹി, ആത്മാവ്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ? കർത്താവേ ഞങ്ങളുടെ ശരീര ദേഹി ആത്മാക്കളെ നീ ശുദ്ധീകരിക്കണമെന്ന്, അല്ലേ? അത് മൂന്ന് എൻറ്റിറ്റിയാണ്. ഈ 3 എൻറ്റിറ്റിയും കൂടെ ഒരുമിച്ച് അവിഭാജ്യമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് മനുഷ്യൻ എന്നുള്ള ഈ കോൺസ്റ്റിറ്റ്യൂട്ട്. പിതാപുത്രൻ പരിശുദ്ധ റൂഹ പോലെയാണ് ദേഹി, ദേഹം, ആത്മാവ്. അപ്പോൾ ഞാൻ എന്താണ് മുമ്പേ പറഞ്ഞത് എന്തിനാണ്? അപ്പോൾ ഈ ആത്മാവിൻ്റെ ശോഭ ശരീരത്തിലോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ ശരീരം പെയിൻ എടുക്കണം. എന്നാൽ അത് ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ഇത് മനസ്സിലാകുകയും അത് സിദ്ധിയായി മാറുകയും പിന്നീട് ശരീരം തന്നെ നമ്മളോട് പറയും, എണ്ണീക്ക് രാവിലെ എണ്ണീക്ക്, 4 മണിയാകുമ്പോഴേ പറയും എണ്ണീക്ക്, നല്ല സന്തോഷമല്ലേ, നമുക്ക്
വചനം വായിക്കാം. നമുക്കെന്നാ പറയുന്നു. മറ്റേ ആത്മാവ് ഒറ്റയ്ക്കേ പറയത്തുള്ളായിരുന്നു. എണ്ണിക്കാൻ പറയും, ശരീരം പറയും, അവിടെ കിടക്കാൻ പറയും. നല്ല ഉറക്കക്ഷീണം, ഒന്നാതെ നല്ലൊരു സ്വപ്നവും കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ സ്വപ്നം എന്തായാലും പോയി, എന്നാലും ഇനി ബാക്കി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അവിടെ കിടക്കും. എണ്ണീക്കാൻ പറ്റത്തില്ല. അതാരാണ് അതിങ്ങനെ പറയുന്നത്? ശരീരമാണ്. ഇന്നലെ ഇതുപോലെ ഒരു ധ്യാനയോഗത്തിന് പോയി ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഇതാരാണിങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ പിശാചാണെന്ന് മറുപടി വന്നു. പാവം പിടിച്ച പിശാചിനെ ഇതിനകത്തെങ്ങും വലിച്ചിടല്ലേ എന്ന് ഞാൻ പറഞ്ഞു. വെറും പാവത്താനാ. അവന് വലിയ വലിയ കാര്യങ്ങളെ നമ്മളെ വീഴിക്കത്തുള്ളൂ. ഇമാതിരി കൊച്ചു പരിപാടികൾക്കൊന്നും അവനറിയാം. ഈ ശരീരം കൊണ്ട് തന്നെ എനിക്ക് വലിയ റോളൊന്നുമില്ല, ഇവനെ വീഴ്ത്താൻ ഞാനായിട്ട് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല, അവൻ്റെ ശരീരം പറയുന്നതൊക്കെ അവൻ കേട്ടോളും, അതിൽ തന്നെ അവൻ തീർന്നോളും എന്ന് ഇവന് നല്ല വൃത്തിയായിട്ടറിയാം. പിശാച് ആത്മഹത്യ ചെയ്യാൻ പോയാൽ അതറിയാമോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പച്ചനും അമ്മച്ചിയും കൂടെ സ്കൂട്ടറിൽ പോവുമായിരുന്നു. അപ്പം പാലത്തിൻ്റെ അവിടെ ഒരാൾ നിൽക്കുന്നതുണ്ട്, ആത്മഹത്യ ചെയ്യാൻ നിൽക്കുക. അപ്പച്ചനും അമ്മച്ചിയും സ്കൂട്ടർ നിർത്തി. എന്താ മോനെ ഇവിടെ നിൽക്കുന്നത്? ഞാൻ മരിക്കാൻ പോകാം. അയ്യോ മരിക്കല്ലേ. ആരാ? ഞാൻ പിശാചാന്ന് പറഞ്ഞു. പിശാചോ? എന്ത് പറ്റി മരിക്കാൻ? നിങ്ങളൊക്കെ എന്നെ കൊല്ലുകളയല്ലേ. അതെന്താണ്? അമ്മച്ചിയല്ലേ ഇന്ന് രാവിലെ കടു കാണാതെ പോയപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് പിശാചാ, അപ്പം കടവ് കാണാതെ പോയച്ചെന്ന്. ടയർ പഞ്ചറായ പിശാച്, കടുക് കാണാതെ പോയ പിശാച്. പിന്നെ പിശാചിന് ഇതൊക്കെയല്ലേ പണി? പിശാചിന് ഇതൊന്നുമല്ല പണി. പിശാചിന് കർത്താവിലേക്ക് നിങ്ങൾ നോക്കരുത്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇമാതിരി പരിപാടിയെല്ലാം നിൻ്റെ ജഡം തന്നെ നിന്നെ തോൽപ്പിച്ചോളൂ എന്ന് അവനറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകെട്ടുകളൊക്കെ അവൻ വിട്ടു. അവൻ ഈ വിശുദ്ധി ആർജിക്കാൻ ആഗ്രഹിക്കുന്നവരെയും കർത്താവിൻ്റെലേക്ക് നോക്കി നിൽക്കുന്നവരെയും മാത്രമേ ടാർഗറ്റ് ഇടൂ. ബാക്കിയുള്ളവനെല്ലാം ഈ ലോകത്തിലും ജഡത്തിലും കുടുങ്ങിക്കിടക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് അവരിന്മേൽ ഒരു പണിയുമില്ല. രാവിലെ അതിര് മാന്താൻ പോകുന്നതിൻ്റെ മേൽ അങ്ങോട്ട് ആക്രമിക്കാൻ ചെല്ലുന്നവൻ്റെ അടുത്ത് പിശാചിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം നിൻ്റെ ജഡം നിന്നെ പ്രേരിപ്പിക്കുകയാണ്. അവൻ അതിരുമാന്തി, ഞാൻ അവൻ്റെ അതിരുമാന്തും. കാരണം ആ പ്രഭുവിൻ്റെ, ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അവനെ തോൽപ്പിക്കണമെങ്കിൽ ഏത് മുഖാന്തരം നീ അടിമപ്പെട്ട് കിടക്കുന്നുവോ അത് മുഖാന്തരം തന്നെ അവനെ തോൽപ്പിക്കണം. അടിമപ്പെട്ടിരിക്കുന്ന ജഡത്തിലാണെങ്കിൽ ജഡം വെച്ച് തന്നെ അവനെ തോൽപ്പിക്കണം. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമെടുപ്പിക്കണമെന്ന് പറയത്തില്ലേ? ജഡം കൊണ്ടാണ് നീ അടിമപ്പെട്ടിരിക്കുന്നതെങ്കിൽ ജഡത്തിലാദ്യം അവനെ തോൽപ്പിക്കണം. അതിനാണ് രുചി മാറ്റി വയ്ക്കുന്നത്. അല്ലാതെ സ്വർഗത്തിൽ പോകാനല്ല. ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലേലും സ്വർഗത്തിൽ പോകേണ്ടവൻ സ്വർഗത്തിൽ പോവും, നരകത്തിൽ പോകേണ്ടവൻ നരകത്തിൽ പോവും. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശുദ്ധി വേണം. വിശുദ്ധി വേണമെങ്കിൽ ജഡത്തെ തോൽപ്പിക്കണം. ജഡത്തെ തോൽപ്പിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ ആവശ്യത്തെ മാറ്റി നിർത്തണം. ശരീരം പറയുന്നതിനോട് പലതിനോടും നോ എന്ന് പറയണം. ശരീരം പറയും അങ്ങോട്ട് പോയപ്പോൾ പഴുത്ത മാങ്ങ ഇരിക്കുന്നതുണ്ട്, നോമ്പാണ്, വെജിറ്റേറിയൻ കഴിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ, വാങ്ങിച്ചേക്കാം. ശരീരം അങ്ങനെ പറയും. അപ്പം ഞാൻ മിക്കവാറും തോറ്റു കൊടുക്കാറാണ് പതിവ്. എനിക്ക് പറയുന്നതിന് പഠിപ്പിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ ബുദ്ധിമുട്ട്? വല്ല ബുദ്ധിമുട്ടുണ്ട്? ഞാൻ തോറ്റു കൊടുക്കാറാണ് പതിവ് എന്നുള്ള കാര്യം കുമ്പസാരിച്ച് നിങ്ങളോട് ഏറ്റു പറയുന്നു. അപ്പോൾ ശരീരത്തോട് പറയണം, ശരീരം എന്നോ തരില്ല. 2 ദിവസം ബുദ്ധിമുട്ടും, 3-ാം ദിവസം ശരീരം ശരിക്കും ബുദ്ധിമുട്ടിക്കും. ചിലപ്പോൾ അസുഖം വരെ വരുത്തി കളയും. ഇന്നത് കഴിക്കണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണെന്ന് നിനക്കറിയത്തില്ലേ? ഇതെൻ്റെ ശരീരത്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ പലരും യുവാക്കളെല്ലാം അങ്ങനെയാണ് പലതിനെ ന്യായീകരിക്കുന്നത്. എൻ്റെ ബോഡി എൻ്റെ അവകാശം, അതുകൊണ്ട് അത്യാവശ്യമുള്ളത് ഭക്ഷിക്കുന്നതിന് എന്തിനാണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ ആത്മാവിന് ശോഭ വർദ്ധിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം നിർവഹിക്കരുത്. അതൊക്കെ കർത്താവിൻ്റെ ഗൈഡൻസിൽ വേണം പോകുവാൻ. അതൊരു ആത്മീയ ജീവിതമാണ്. ഇപ്പോൾ റംബാസിനോട് സംസാരിച്ച് കണ്ടില്ലോ, ഇന്നത് ഭക്ഷിക്കാവോ, അത് വേറൊരു ലെവലാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒന്നും ആകാനൊന്നും പറ്റത്തില്ലായിരിക്കാം. എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവ് നമ്മളോട് സംഭാഷിക്കും. നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിച്ചാൽ മതി. ആഗ്രഹിച്ച് കർത്താവിൻ്റെ അടുത്തിരിക്കണം. രഹസ്യമായിട്ട് കർത്താവിൻ്റെ അടുത്തിരുന്ന് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവ് എനിക്ക് എന്നോട് സംസാരിച്ചേ പറ്റത്തുള്ളൂ. ഐ വോണ്ട് ടു ഹിയർ യുവർ വോയിസ്. അത് വചനത്തിൽ കൂടിയോ സന്ദർഭങ്ങളിൽ കൂടിയോ ഇൻസിഡൻസിൽ കൂടിയോ എങ്ങനെയെങ്കിലും കർത്താവ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. ആ ഇടപെടലിൻ്റെ ഒരു സന്തോഷം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ
ഇത് വിട്ടുപോകുവാൻ നമുക്ക് തോന്നില്ല. അതാണ് കർത്താവ് പ്രാർത്ഥിച്ച്, പിതാവേ, നിൻ്റെ സന്തോഷം എന്നിലായിരിക്കുന്നത് പോലെ എൻ്റെ സന്തോഷം ഇവരിലാകുവാനും അങ്ങനെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ സന്തോഷമാണ് നമ്മളെ ഹീൽ ചെയ്യുന്നത്, അറിയാമോ? നമ്മുടെ ശരീരത്തെ പോലും അത് ഹീൽ ചെയ്യും. ആത്മാവിൻ്റെ ശോഭ ദേഹിയിലേക്ക് വ്യാപിച്ചിട്ട് ദേഹിയിൽ നിന്ന് ശരീരത്തിലേക്ക് അത് വന്നാൽ, ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അസുഖങ്ങൾ സെൽഫ് ഹീലിംഗ്, അത് സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ശോഭ കാരണമാണ് ഉണ്ടാകുന്നത്. ശരീരത്തിൽ നമുക്ക് ഹീലിംഗ് ഉണ്ടാവും. ഹീലിംഗ് വെളിയിൽ നിന്ന് എടുക്കുന്നതല്ല, അതായത് സൗഖ്യം വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല, അകത്തുനിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. കാരണം ഹീൽഡ് ആയിട്ടിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നിക്ഷേപിച്ചാണ് ഈ പരിശുദ്ധ മാമോദീസയിൽ നമ്മളെ ഇങ്ങോട്ട് വെട്ടിരിക്കുന്നത്. പക്ഷേ പെട്ടുപോയത് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് പുക പടലങ്ങൾ കൂട്ടി. എഴുതിരി ഇങ്ങോട്ട് എടുക്കാം. പുക പടലങ്ങൾ കൂട്ടി. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. അതായത് മാമോദീസയിൽ നിക്ഷേപിക്കപ്പെട്ടത് എന്താണെന്നറിയാമോ? ആ വിളക്ക് കത്തിയിരിക്കുവാണോ? ആണോ? എന്നാൽ ഇതൊന്ന് കത്തിച്ചുകൊണ്ടുവന്നേ, അപ്പോൾ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ഇനി എല്ലാവരും അങ്ങോട്ട് നോക്കല്ലേ, അത് അദ്ദേഹം കത്തിച്ചുകൊണ്ട് വരും. ഇങ്ങോട്ട് നോക്കൂ. ഇനി രണ്ടാമത് റിപ്പീറ്റ് ചെയ്യത്തില്ല. എല്ലാവരും ടെന്നീസ് കളി കാണാമെന്ന് പോലെ. അതാണ്ട് ഇത് കേൾക്കാത്ത കുറേ പേര് ഇപ്പോഴും ഉണ്ട്. ശ്രദ്ധിച്ചേ. അതായത് മാമോദീസയിൽ നിക്ഷേപിക്കപ്പെട്ട ആത്മാവിനെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. മാമോദീസയിൽ നിക്ഷേപിക്കപ്പെട്ട ആത്മാവ് അതെങ്ങനെ ഇരിക്കുമെന്നറിയാമോ? മനുഷ്യൻ എന്ന് പറയുന്ന ഇതാണ് മനുഷ്യൻ. കണ്ടോ? മനുഷ്യൻ, അവൻ്റെ ശരീരമാണ് ഈ കാണുന്നത്. ഇത് ഹോൾ വിത്ത് സ്റ്റാൻഡ് ആൻഡ് ദ ഗ്ലാസ് ടോപ്പ്. ദിസ് ഈസ് ദി ഹോൾ ബോഡി ആൻഡ് ദിസ് ഈസ് ദ ഹ്യൂമൻ ബീയിങ്. ഇപ്പം ഇതിൻ്റെ സെൻട്രലാണ് എന്തിരിക്കുന്നത്? ഇത് കത്തിയിരിക്കുകയാണ്. ആത്മാവ് കത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് അല്ലേ? 3:16 ഏത് ലേഖനമാണ്? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് നടുക്കൊരു വിളക്ക് കത്തിച്ച് അവിടെ വെച്ചിരിക്കുന്നത്. കാരണം ഇത് നടുക്കിരിക്കുന്നത് ആത്മാവാണ്. ആത്മാവിൻ്റെ പ്രതീകമായിട്ടാണ്. ആത്മാവ് എപ്പോഴും കത്തിയാണ് നിൽക്കുന്നത്. ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല. കാരണം ആത്മാവ് തീയാണ്. തീയെ നശിപ്പിക്കാൻ പറ്റുമോ? തീയെ അഴുക്കാക്കാൻ പറ്റുമോ? തീ പലതിനെയും ശുദ്ധീകരിക്കും. പക്ഷേ തീയെ അഴുക്കാക്കാൻ പറ്റുമോ? ഇല്ല. തീ അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങളിനി എന്തോ ചെയ്താലും തീയെ അഴുക്കാക്കാൻ പറ്റില്ല. പക്ഷേ തീയുടെ ശോഭ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? സപ്പോസ് ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം അല്ല, കളർഫുള്ളാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അകത്തിരിക്കുന്ന ശോഭ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെയാണ് മാമോദീസ കഴിഞ്ഞു വരുന്ന ഒരു കുഞ്ഞ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എനിക്ക് കുർബാന കൊടുക്കുമ്പോഴും ആത്മവ്യാപാരം ഉണ്ടാകാറുണ്ട്. എടുക്കുമ്പോൾ മാത്രമല്ല, കൊടുക്കുമ്പോൾ. അത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് മാമോദീസ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ്. നമ്മളിൽ ഇങ്ങോട്ടൊരു പവർ കയറും. അത് കുഞ്ഞുങ്ങൾക്ക് പൊതുവേ കൊടുക്കുമ്പോഴും കയറും. അതെന്തുകൊണ്ടാണത്? അത് ആ ആത്മാവ് ഇങ്ങനെ ശോഭിച്ച് നിൽക്കുക. ഇതുങ്ങൾക്ക് പാപം എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. പാപം ചെയ്തിട്ടില്ല, പാപവ്യാപാരമില്ല. ഉള്ള പാപ സംബന്ധമായി കൈമാറി വന്നപ്പെട്ടിട്ടുള്ള മരണവും ദ്രവത്വവും എല്ലാം മാമോദീസയിൽ കൂടി നീക്കിക്കളഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് ഒരു പൂർണ്ണ ശോഭയിൽ നിൽക്കുകയാണ്. അതേ പ്രതിമയായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ കർത്താവിൻ്റെ ശരീരം അങ്ങോട്ട് എടുത്തു കൊടുക്കുമ്പോൾ എനിക്ക് പവർ അടിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ ആനന്ദം. ഖാബോത്ത്, അത് തന്നെ ഖാബോത്ത്. എന്താണ് ഖാബോത്ത്? പറ മറന്നു പോരുത്. ഇവിടെ ഉള്ളവരൊക്കെ പറ, എന്തുവാണ് ഖാബോത്ത്? ഒക്കെ മറന്നു. ഇന്ന് പഠിപ്പിച്ചിരുന്ന എന്തിനാണ്? പിന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്നവർ പോട്ടെ, ഇവിടെ സ്ഥിരം കേൾക്കുന്നവരുണ്ടല്ലോ, പറഞ്ഞ് ഖാബോത്ത്. മറന്നോ? ഇതിനെയാണ് തേജസ് എന്നുള്ളതിൻ്റെ ഹീബ്രു വാക്കാണ് ഖാബോത്ത്. ഖാബോത്തിൻ്റെ അർത്ഥം പറ, ഇനിയെങ്കിലും പറ. കൊള്ളാമല്ലോ, നല്ല എളുപ്പമുള്ള അർത്ഥമാണ്. തേജസ്സിൻ്റെ ഹീബ്രു പദമാണ് കാബോധ്. കാബോധിൻ്റെ അർത്ഥം പറയാൻ പറഞ്ഞപ്പോൾ തേജസ് എന്ന്. അത് ശരിയാണ്, അതിനൊരു അർത്ഥമുണ്ട്. എന്താണ് ഈ കാബോധ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. കാബോധ് എന്ന് പറയുന്ന വാക്കിന് തർജ്ജിമ ചെയ്തിരിക്കുന്ന തേജസ്സാണ്. പക്ഷേ ഖാബോധ് എന്നുള്ള വാക്കിന്, ആ ഹീബ്രു വാക്കിന് അർത്ഥമുണ്ട് വെയിറ്റ്, ഭാരമുള്ളതെന്നാണ് അർത്ഥം. ഇപ്പോൾ ഓർക്കുന്നില്ലേ? ഓർക്കുന്നില്ലേ?
ഞാൻ നിർത്തും അങ്ങനെ ഈ പരിപാടി. ഖാബോ എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ്. നിങ്ങൾ 2-3 വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശലോമോൻ ദേവാലയം കൂദാശ ചെയ്യുന്ന സമയത്ത് യഹോവയുടെ തേജസ് ഇറങ്ങിയിട്ട് 1 രാജാക്കന്മാർ 8-ാം അധ്യായം പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല. പഴയ നിയമത്തിലെ തേജസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കണ്ണുകൊണ്ട് കാണാമായിരുന്നു. പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന്. മേഘം പോലെ തേജസ് ഇങ്ങനെ ശക്തമായിട്ട് ഇറങ്ങി വരികയാണ്. അവർക്ക് കാണുവാൻ കഴിയുന്നില്ല, മുമ്പോട്ട് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്നില്ല. എന്നിട്ട് പൗലോസ്ലിയ പറയുകയാണ് 2 കൊരിന്ത്യർ 3:7, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിൻ്റെ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ, അതായത് ഈ പഴയ നിയമത്തിലെ ആ ശുശ്രൂഷ ഇസ്രായേൽ മക്കൾക്ക് അത്രയും ഒരു പവർ കൊടുത്തിരുന്നുവെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ, അതായത് ഈ വിശുദ്ധ കുർബാന അധികം തേജസ്സുള്ളതാകുകയല്ലയോ. നീതിയുടെ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. എന്നിട്ട് എവിടെ? അതാണ് ആ വെയിറ്റാണ് ഞാൻ അനുഭവപ്പെടുന്നതെന്ന് പറയുന്നത്. അത് അനുഭവപ്പെടും. അത് അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്രയേ ഉള്ളൂ. ആത്മശോഭ ശരീരത്തിൻ്റെ നമ്മൾ അനുഷ്ഠിക്കുന്ന വേദന ഏറ്റെടുക്കുന്ന വേദന കാരണം ആത്മാവ് ശോഭിക്കുകയും, അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളും ഭാരങ്ങളും നൊമ്പരങ്ങളും എല്ലാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആത്മാവിനെ പ്രശോഭിപ്പിക്കുന്നുണ്ട്. അത് ദൈവം അനുവദിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ശരീരത്തിൽ ക്ലേശങ്ങളുള്ളവരുണ്ട്, ശരീരത്തിൽ മരിക്കുന്നവരെ ക്ലേശം വഹിക്കുന്നവരുണ്ട്. അത് എത്ര പ്രാർത്ഥിച്ചാലും പോകാത്ത ക്ലേശങ്ങളുണ്ട്. അത്തരം ക്ലേശങ്ങളൊക്കെ ആത്മാവിൻ്റെ ശോഭ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. 1 പത്രോസ് 4-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്, ആ പെയിൻ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നു അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടമനുഭവിക്കുന്നവൻ, അത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ജഡത്തിൽ കഷ്ടമനുഭവിക്കുന്നവൻ, ജഡമെന്ന് പറഞ്ഞാൽ ശരീരമുണ്ട്, മനസ്സുമുണ്ട്. അപ്പോൾ മാനസികമായി നമുക്ക് എന്തെങ്കിലും വേദനയുണ്ടോ, പെയിനുണ്ടോ, സഹിക്കാൻ വയ്യാത്ത എന്തെങ്കിലും ഭാരം നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണെന്ന് കർത്താവ് പറയുന്നു. ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നു, അത് ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും കഷ്ടം അനുഭവിക്കുന്നവൻ ഇനി ശേഷിച്ചിരിക്കുന്ന കാലം, ഇനി ബാക്കിയുള്ള ജീവിതം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ അധീനരാകിയാൽ എന്ത് സംഭവിക്കുന്നു? പാപം നിങ്ങളെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കുമ്പസാരിക്കേണ്ട ആവശ്യം പോലുമില്ല. അതിൽ തന്നെ ശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കണം. എന്തിനാണ് കുമ്പസാരിക്കുന്നത്? നമ്മളെ ശുദ്ധീകരിക്കുവാനാണ്. ജഡത്തിൽ കഷ്ടമനുഭവിക്കുന്നവൻ അവനിൽ തന്നെ ഈ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരീരത്തിന് ഈ ഒരു ശോഭ വരുമ്പോൾ ശരീരം തന്നെ നമ്മളെ പ്രേരിപ്പിക്കും. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ തന്നെ പോകും. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ ഒരു ഇതികർത്തവ്യത മൂഢനായിട്ട് നിൽക്കുകയാണ്. ഏതാ ഇത് പറഞ്ഞില്ലല്ലേ? അതാണ് ഞാൻ എവിടെയോ വിട്ടുപോയി എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കണ്ടേ? ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട്, ഭയങ്കര മറവിയാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേ, ഇതോടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറാം. ഞാനതാ കുറച്ചു മുമ്പ് ഒരു പോസ് ഇട്ടത്, എവിടെയോ മിസ്സായല്ലോ എന്ന്. അതിതാണ്. അപ്പോൾ ആത്മാവിൻ്റെ ശോഭ ഇങ്ങനെ കത്തി നിൽക്കുകയാണേ, കത്തി നിൽക്കുന്നു. കുഞ്ഞ് 2 വയസ്സ് വരെയൊക്കെ നല്ല ഇങ്ങനെ നിന്നു. 3-ാമത്തെ വയസ്സായപ്പോൾ അവന് മനസ്സിലായി എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന കുടുംബത്തിലെയാണെന്ന് മനസ്സിലായി. ഒരു സാധനം കയറി, കൊള്ളാം, ഞാൻ കൊള്ളാം, ഞാൻ ഇന്ന കുടുംബത്തിലെയാണ് കേട്ടോ. നമ്മൾ ഈ കുടുംബ പേരൊക്കെ പറയാൻ വലിയ ഇഷ്ടമുള്ളവരാണല്ലോ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവന് റാങ്ക് കിട്ടി. ഞാൻ ഏതാണ്ടാന്നൊക്കെ തോന്നി. ലോകത്തിലുള്ള കളങ്കങ്ങളും മാലിന്യങ്ങളും ഒക്കെ പറ്റാൻ തുടങ്ങിയപ്പോൾ ഈ ട്രാൻസ്പെറൻ്റായിട്ടിരുന്ന ഈ ഗ്ലാസിൻ്റെ പുറത്ത് മുഴുവൻ എന്ത് പറ്റും? കരി പിടിക്കും. ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇതങ്ങ് മുഴുവൻ കരി പിടിച്ചു എന്ന് വിചാരിക്കുക. എൻ്റെ കൈ കരിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കിപ്പോൾ വെളിച്ചം കാണാമോ? പക്ഷേ ആത്മാവിടെ കത്തി നിൽക്കുമല്ലേ? അതാണ്. ആത്മാവിനൊന്നും സംഭവിക്കുകയില്ല. ആത്മാവ് കർത്താവ് കൊടുത്തതാണെങ്കിൽ അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, തൊടാൻ പോലും പറ്റില്ല. ദുഷ്ടൻ അതിനെ തൊടുവാൻ സാധ്യമല്ല.
സാധ്യമല്ലേ അല്ല. പക്ഷേ അതിൻ്റെ ശോഭ നമ്മളുടെ ജഡീക അഭിലാഷം കൊണ്ട് മറച്ചു കളയുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആത്മാവിന് ഇത്രയും ശക്തിയേ ഉള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. സൂര്യൻ്റെ പ്രഭയെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? സൂര്യൻ്റെ സൈസ് എത്രയാണെന്നറിയാമോ? ഏകദേശം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. 13 ലക്ഷം ഭൂമി ചേർത്ത് വെച്ചാൽ ഏകദേശം സൂര്യൻ്റെ സൈസ് വരും. ഞാൻ പറഞ്ഞല്ല, സയൻസ് പഠിപ്പിക്കുന്നതാണ്. എത്രയാണ്? 1, 2, 13 എന്നല്ല, 13 ലക്ഷം ഭൂമി ചേർത്ത് വെച്ചാലാണ് സൂര്യൻ്റെ ഏകദേശം സൈസ് വരുന്നത്. അപ്പോൾ അത് മുഴുവൻ തീഗോളമാണ്, അത് കത്തി നിൽക്കുകയാണ്. ഇനിയും മില്യൺസ് ഓഫ് ഇയേഴ്സ് കത്തി നിൽക്കാനുള്ള ഹീലിയം അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കാർമേഘത്തിന് ഇതിൻ്റെ ശോഭയെ തടുക്കുവാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. മഴക്കോൾ വരുമ്പോൾ നല്ല ശക്തിയോടെ ഭൂമിയിലേക്ക് പതിച്ചിരുന്ന സൂര്യരശ്മികളുടെ ചൂട് ഇല്ലാതാവും. അതുപോലെ ആത്മാവിൻ്റെ ചൂട് നമ്മുടെ കളങ്കങ്ങൾ കൊണ്ട് അതിനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഇതാണ് ദേഹി, അല്ലെങ്കിൽ തൽക്കാലം മനസ്സെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ ശരീരത്തിൻ്റെ കാര്യം പറയുമോ? ശരീരം ഇരുണ്ടുപോയി. ഇങ്ങനെയാണ് ശരീരം ഇരുളുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കണ്ണ് ചുവള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. ആ കണ്ണ് ഈ ആത്മാവാണ് കേട്ടോ. ആ കണ്ണ് ഈ ആത്മാവാണ്, അല്ല ഈ കണ്ണല്ലത്. അത് ഞാൻ വളരെ വിശദമായിട്ട് പഠനം ചെയ്ത ഒരു വാക്യമാണ്. അതിൻ്റെ ട്രൂ ട്രാൻസ്ലേഷൻ അപ്രകാരമല്ല. പിന്നെ എപ്രകാരമാണെന്നറിയാമോ? ഇഫ് ദൈൻ ഐ ഈസ് സിംഗിൾ യുവർ ഹോൾ ബോഡി വിൽ ബി ഇൻ ബ്രൈറ്റ്നസ് എന്നാണ്. എന്താണ്? ഇഫ് ദൈൻ ഐ ഈസ് സിംഗിൾ, അതായത് ഈ നിൻ്റെ ആത്മാവാകുന്ന ഈ കണ്ണ് അത് സിംഗിൾ ആണെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്യൂരിറ്റിയോടെ നിന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും എന്നാണ്. പക്ഷേ ഇങ്ങനെ വ്യാഖ്യാനിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കണ്ണ് ചുവള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. അതിനും അപ്പുറമുള്ള അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം അതാണ്. കർത്താവ് അതാണ് ഉദ്ദേശിച്ചത്. ഇഫ് ദൈൻ ഐ ഈ സിംഗിൾ, നിൻ്റെ ആത്മാവ് ശുദ്ധമുള്ളതായി തീർന്നാൽ, അങ്ങനെ ശുദ്ധമുള്ളതായി തീരണമെങ്കിൽ ശരീരത്തിൽ പെയിൻ എടുക്കണം. ഇത് തടയപ്പെടാതെ നിന്നാൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. ഈ മൈൻഡിൽ നിന്ന് അത് ബോഡിയിലേക്ക് വരികയും അങ്ങനെ ഹീലിംഗ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഇതങ്ങ് വെച്ചേർ. അപ്പോൾ നമ്മൾ ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്, പൗലോസ്ലീഹ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പാപാവസ്ഥയെപ്പറ്റിയാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 4 വിവിധ പാപങ്ങളെപ്പറ്റി പൗലോസ്ലീഹ വളരെ വളരെ ഗഹനമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ആരോടാണ് സംഭാഷിക്കുന്നത്? വിജാതീയരോടാണ്. ഇതിൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളുമെല്ലാം മുന്നമേയുള്ള വീഡിയോസിലൊക്കെ കിടപ്പുണ്ട്. കാരണം ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ 6 മാസമായി. 2-ാമത്തെ അധ്യായം ആകുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇത് പോകത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു വചനം പറയാം. മനസ്സിലാകുന്നവർ മനസ്സിലാകട്ടെ, കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. വല്ല മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലായി? കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി. കുറച്ച് നാളത്തേക്ക് എനിക്കൊരു ഗ്യാപ്പ് വേണ്ടി വരുമെന്നർത്ഥം. മടങ്ങി വരും, എന്നാലും ഇവിടുത്തെ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോകും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പഠനം വന്നതിന് ശേഷം മാത്രം ഒന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് പുതുതായിട്ട് വന്നിട്ടുള്ളവർക്കെല്ലാം റിഫ്രഷ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ അവസരമുണ്ട്. 6 മാസം പഠിപ്പിച്ചതെല്ലാം കൂടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. 1-ാമത്തെ അധ്യായം പൂർത്തീകരിച്ച് 2-ാമത്തെ അധ്യായം കഴിഞ്ഞ സെഷനിൽ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ വിജാതീയരോട് പൗലോസ്ലീഹ പറയുകയാണ്. അപ്പോൾ വിജാതീയരെങ്ങനെ അവിടെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനു മുമ്പുള്ള കാര്യങ്ങൾ പഠിക്കണം. അത് പോട്ടെ, അപ്പം അതൊന്നും പറയാൻ സമയമില്ല. വിജാതീയരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നിങ്ങൾക്ക് നിശ്ചയമായും
അതിനൊരു ആ പ്രവൃത്തിയിൽ, ആ പാപത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ആ ദൈവത്തിൻ്റെ സാധ്യതയെ എന്താണെന്ന് മനസ്സിലാക്കാതെ അവനെ വലിച്ച് താഴേക്കിട്ടും. അതുകൊണ്ടാണ് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അനീതിക്കും അഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ ക്രോധം വരുന്നു എന്ന് പറയുന്നത്. അത് നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഈ കർത്താവിനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും കർത്താവിനെയാണോ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ കർത്താവിനെ തന്നെയാണ് ആരാധിക്കുന്നത്. പക്ഷേ ഒന്ന് ആഴ്ന്നിറങ്ങി ചിന്തിച്ച് നോക്കിയേ, നമ്മളൊരു കർത്താവിനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെയല്ലയോ ആരാധിക്കുന്നത്? മനസ്സിലായില്ല ചിലർക്കെങ്കിലും. ആദ്യമേ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. അതായത് പലപ്പോഴും നമ്മൾ ആരാധിക്കുന്നത് നമ്മളുടെ ഫ്രെയിം വർക്കിനകത്തൊരു കർത്താവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കർത്താവ് ഇങ്ങനെയാണ്. അതായത് എൻ്റെ സഹോദരനുമായിട്ട് ഞാൻ മിണ്ടില്ല. കാരണം ഞാനല്ല, അവനാണ്. കാരണം എനിക്ക് ഒരു പ്രശ്നം അവനോടില്ല, ഒരു പ്രശ്നമില്ല, ബുദ്ധിമുട്ടുമില്ല. അവൻ എന്നോടാണ് പിണങ്ങിയിരിക്കുന്നത്. നമ്മളിതിനകത്ത് തെറ്റുകാരനാണോ? ആണോ അല്ലയോ? എങ്ങനെ വേണേലും ആയിക്കോട്ടെ എന്നുള്ളൊരു ഉത്തരവില്ല. ആണ് അല്ലെങ്കിൽ അല്ല, എന്തെങ്കിലും ഒന്ന് പറ. ആണ് എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. ആണ്. ക്ഷമിക്കാന്ന് പറഞ്ഞാൽ പോരാ, വചനം എടുത്ത് പറയണം. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, വചനം പറയണം. ചുമ്മാ അതാണ് പറഞ്ഞത്, നമ്മളങ്ങ് തിയറി ഉണ്ടാക്കുകയാണ് അല്ലേ? അങ്ങനെയല്ല, വചനം പറയണം. എല്ലാം വചനത്തിൽ കൂടെ കാണാവും. സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നീ അവനോട് അങ്ങോട്ട് ചെന്ന് നിരന്നുകൊള്ളുന്നതെന്നാണ് കർത്താവിൻ്റെ കൽപ്പന. പാലിച്ചോ? വായിച്ചല്ലോ ഉള്ളോ? പാലിച്ചോ. ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നടക്കുന്നുണ്ട്. മൂന്നാമത്തെ സംഗതി നടക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നോക്കുന്നത്. അത് എന്നോടും കൂടാ, നിങ്ങളോടും കൂടാ. അപ്പോൾ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ അങ്ങോട്ട് ചെന്ന് ഇരുന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ്. അതാണ് പറഞ്ഞത് പുതിയ നിയമം പ്രയാസമാണെന്നോ. ഇത് പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ ഇത് നടക്കുകയില്ല. നിങ്ങൾ നീ ഉച്ചയും കുത്തി നിന്നാലും നടക്കത്തില്ല. നമ്മൾ ന്യായീകരിക്കും. എങ്ങനെ ന്യായീകരിക്കും? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ അങ്ങനെയല്ലേ പറയുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ കർത്താവിൻ്റെ പ്രമാണത്തെ നമ്മുടെ ഫ്രെയിമിലാക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പനയെ നമ്മുടെ ഫ്രെയിമിലാക്കുമ്പോൾ കർത്താവിൻ്റെ നീതി അനീതിയായി. ഇനിയും വേണം റോമർക്കെതിരെ ലേഖനം 1:18 വായിക്കാൻ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന, സത്യം കർത്താവാണ്, സത്യം അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സത്യമായിട്ട് നിൽക്കുമ്പോൾ ആ സത്യത്തെ ഇങ്ങോട്ട് വലിച്ച് താഴോട്ട് കൊണ്ടുവന്നിട്ട് ആ സത്യത്തെ നമ്മുടെ ഫ്രെയിമിലാക്കിയിട്ട് നമ്മൾ പറയുകയാണ്, ഇതാണ് എൻ്റെ കർത്താവ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. എത്ര ചൊല്ലിയിട്ടും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? ഈ അനീതി ഫ്രെയിം വർക്കിൽ കർത്താവിനെ കൊണ്ടിട്ടിരിക്കുക. 21 വാക്യം ഒന്ന് വായിച്ചേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മൗത്യരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർ മൂഢന്മാരായിപ്പോയി. എന്നിട്ട് അവരെന്ത് ചെയ്തു? അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ആര്? ഈ വിജാതിയർ. അങ്ങനെ മാറ്റിക്കളഞ്ഞ് അവർ ചെയ്തു. ഇതൊക്കെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അതായത് കർത്താവിനെ നമ്മുടെ ഫ്രെയിം വർക്കിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇതാണ് കർത്താവ്, ഇങ്ങനെ കർത്താവ് എന്നോട് ഇങ്ങനെ, ഞാൻ ഇങ്ങനെയാണ്, അത് എൻ്റെ ദൈവം ഇതാണ്. അതല്ല കർത്താവ്. കർത്താവിന് കൃത്യമായ നീതി പ്രമാണമുണ്ട്. പുതിയ നിയമത്തിൽ പറയുന്നത് നീതി പ്രമാണം എന്നാണ്, ന്യായപ്രമാണം എന്നല്ല, നീതി പ്രമാണം. കർത്താവിൻ്റെ നീതി അങ്ങനെയാണ്. നിന്നോട് 2 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടുള്ളവനോട് തിരിച്ച് ചോദിക്കരുതെന്നാണ് കർത്താവിൻ്റെ പ്രമാണം. നടക്കൂ? 1 രൂപ ആണെങ്കിൽ നമ്മൾ സമ്മതിക്കത്തില്ല. പിന്നെന്താണ്? അപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കും, എന്നോട് വാങ്ങിച്ചുകൊണ്ട് പോയല്ലേ, അവൻ തിരിച്ച് തരേണ്ടതല്ലയോ, അവൻ്റെ ഉത്തരവാദിത്തമല്ലേ അത്. അപ്പം എനിക്ക് ചോദിക്കണ്ടേ? ചോദിച്ചിട്ട് 2 വർത്തമാനം പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് സന്ധ്യാനമസ്കാരം. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ റോമർക്കെതിരെ ലേഖനത്തിൽ ഇങ്ങനെ പഠിപ്പിച്ച്, ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ നിങ്ങളോട് കാര്യം പറഞ്ഞായിരുന്നല്ലോ,
റോമർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 7-ാം അധ്യായം വരെ പഠിക്കുമ്പോഴത്തേന് മാനാഭിമാനമുള്ളവനെല്ലാം പോയി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കും. അവിടെയാണ് പൗലോസ്ലീഹ വേറൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ അറിയാൻ കുറേ സമയം എടുക്കും. എന്നാലും നമുക്ക് ഇതിൻ്റെ സീരിയസ്നെസ്, നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയുള്ള സീരിയസ്നെസ്, പാപബോധം അതെപ്പോഴും ഉണ്ടായിരിക്കണം. അത് പരിശുദ്ധാത്മാവുള്ളവൻ അതിങ്ങനെ കർത്താവ് തന്നുകൊണ്ടേയിരിക്കും. ചെയ്യുന്ന ഓരോ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആ പാപബോധം നമ്മളെ ഭരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ ചെറിയ പാപങ്ങൾ പോലും വലിയ പാപമായിട്ട് തോന്നും. അടുത്തില്ലെങ്കിൽ, കൃപയില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ പാപം ചെയ്താലും ഇത് പാപമല്ല എന്ന് നമ്മൾ ന്യായീകരിക്കും. അങ്ങനെ സത്യത്തെ തടുത്ത് അനീതിയെ ഇഷ്ടപ്പെടുക. തെസ്സലോനിക്കലിലൊരു വചനമുണ്ട് അങ്ങനെ, അപ്രകാരം നമുക്കെടുക്കാം. തെസ്സലോനിക്കൽ ലേഖനം എടുത്ത്, തെസ്സലോനിക്കൽ ലേഖനം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 11-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 11-ാം വാക്യം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന, വാക്കുകൾ മാറ്റരുത്. സത്യത്തെ വിശ്വസിക്കാതെ അനീതി, നമ്മൾ വല്ല അനീതിയും ചെയ്തോ? ഇതാണ് നീതി. 10,000 രൂപ കടം കൊടുത്തു, പുറകെ നടക്കുക, താടാ എന്തിയടാ. കർത്താവിന് ആ പ്രമാണമില്ല. നിന്നോട് അപഹരിച്ചുകൊണ്ട് പോകുന്നവനോട് മടക്കി ചോദിക്കരുതെന്നാണ്. നടക്കുന്ന കാര്യമാണോ ഇത്? നടക്കത്തില്ല. അത് പരിശുദ്ധാത്മാവുണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുകയാണ്, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ ചുരുക്കം പറയുകയാണ്. ചുരുക്കത്തിൽ, ദൈവത്തെ അവർ താഴ്ത്തിക്കളഞ്ഞ് അശുദ്ധമായ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടു. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങൾ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി തീർത്തു. അതായത് മ്ലേച്ഛതകളിലേക്ക് പോവുകയാണ്, പ്രവൃത്തിയിൽ പാപം ചെയ്യുകയാണ്, ശരീരം കൊണ്ട് പാപം ചെയ്യുകയാണ്. ഇതാണ് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ശരീരപാപം പാടില്ല. അതുകൊണ്ട് പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. എന്നിട്ട് ആ പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതിലേതേലും ഒന്നിൽ നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ സ്വർഗരാജ്യം നമുക്ക് കിട്ടില്ല എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. എനിക്ക് വായിച്ചിട്ട് ഞാൻ ഔട്ടാണെന്ന് മനസ്സിലായി. കാരണം 21 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് മാർക്ക് 0. നിങ്ങളുടെ മാർക്ക് നിങ്ങൾ നോക്കിക്കോളൂ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ നീങ്ങിയർ, കൊറളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗവിഷ്ടക്കാർ, ആത്മപ്രശംസക്കാർ, പൊതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരെ പ്രസാദിക്കുകയോടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ വക എല്ലാ അസഭ്യങ്ങളും അനീതികളും വൃത്തികേടുകളും ശരീരം കൊണ്ട് പ്രവർത്തിച്ച് പാപം ചെയ്ത ഒരു വിജാതീയ കൂട്ടത്തെ നോക്കി പൗലോസ്ലീഹ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങൾ മരണയോഗ്യരാകും, നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടില്ല, നിങ്ങൾ മാമോദീസ മുങ്ങിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വിശുദ്ധ ജീവിതമില്ലാതെ സ്വർഗരാജ്യം നേടുക സാധ്യമേ അല്ല. അപ്പോൾ അത് കേട്ടപ്പോൾ തൊട്ടടുത്ത് നിന്ന് യഹൂദൻ്റെ ഒരു സന്തോഷം. അവിടെ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ മിങ്കിൾ ചെയ്ത് ജീവിക്കുക. വിജാതീയന്മാർക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സുഖം അത് നമുക്കുള്ളതാണല്ലോ അല്ലേ. നമ്മളുടെ പ്രതിയോഗിയെ ആരെങ്കിലും ശാസിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മളെന്താ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് ഒരു ബോധമില്ല. അത് ദൈവം ക്ഷമിക്കും. ഇത് പൗലോസ്ലീഹ മനസ്സിലാക്കി 2-ാമത്തെ അധ്യായം യഹൂദനോടാണ്. യഹൂദനോട് പറയുകയാണ്, നീ ചെയ്തിട്ടൊന്നും ഇല്ലായിരിക്കും. 5 വാക്യം വരെ നമ്മൾ പഠിച്ചാണ്, 3 വാക്യം വരെ. അതുകൊണ്ട് ആ ഭാഗം വേഗം പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ യഹൂദനോട് പറയുകയാണ്, നീ അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നീ അത് ചെയ്തില്ലായിരിക്കും, പ്രവൃത്തിയിൽ നീ അത് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ നീ ചിന്തിച്ചു. അതായത് 2-ാം വാക്യം 2-ാം അധ്യായം 1-ാം വാക്യം, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ വിധിച്ചു. യഹൂദനങ്ങ് വിധിച്ചു അല്ലേ?
വിധിയൊക്കെ തുടങ്ങി. യാക്കോവിൻ്റെ ലേഖനം എടുത്തേ. യാക്കോവിൻ്റെ ലേഖനം 3-ാം അധ്യായം എടുക്കും. 3-ാം അധ്യായം 4-ാം അധ്യായം 11-ാം വാക്യം. 3 അല്ല, 4-ാം അധ്യായം 11-ാം വാക്യം. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേയുള്ളൂ. രക്ഷിപ്പാനും നശിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആരാണ്? ഒരു ദിവസം നമ്മൾ എത്ര പേരെ ന്യായം വിധിക്കുന്നുണ്ടെന്ന് ചുമ്മാ ഇരുന്നിരുന്ന് മനനം ചെയ്യണം. അതങ്ങനെയൊക്കെ മനനം ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് വെറുതെ കർത്താവിൻ്റെ അടുത്ത് പോയിരിക്കണം. ഇപ്പം ഇങ്ങനെ തെളിഞ്ഞ് വരും, ഓരോ സ്ക്രീനിൽ തെളിയുന്ന പോലെ. ഇപ്പം എത്ര ശരീരത്തിൽ നമ്മൾ വേദന ഏറ്റെടുത്തു, അതായത് കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേദനയോട് പങ്കുചേരുവാൻ എന്തുമാത്രം വേദന നമ്മൾ ഇന്ന് ഏറ്റെടുത്തു. അതോ കൂടുതലും പിശാചിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശരീരം പറയുന്നതെല്ലാം അനുസരിച്ച് അന്യനോട് വഴക്കിടാനും അവനെ വിധിപ്പാനും ഒക്കെ പോയോ? 2 പേർ കൂടിയാൽ ഞാൻ അവിടെ മധ്യത്തിലുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നമ്മൾ 2 പേര് കൂടിയാൽ, പ്രത്യേകിച്ച് അച്ഛന്മാർ, ഞാനങ്ങ് കൺഫസ് ചെയ്യാണ്, 2 പേർ കൂടിയാൽ അവിടെ മൂന്നാമതൊരച്ഛനെ പറ്റി കുറ്റം പറയാനല്ല ഞങ്ങൾക്ക് വേറെ നേരെ ഒന്നുമില്ല. അപ്പം പിന്നെ അവിടെ വന്നത് ആരായിരിക്കും? കർത്താവായിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ട് പേര് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നിയില്ലയോ? അച്ഛന്മാർക്കെല്ലാം തോന്നിയില്ലയോ? ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, വിധിക്കുന്നവനായുള്ളവേ നീ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായോ? അത് പറയാനാ ഞാൻ, മനസ്സിലായില്ലായിരുന്നല്ലേ? അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞുകൊള്ളണം. അപ്പോൾ വിധിച്ചാൽ പ്രവർത്തിക്കുന്നത് പോലെ. അപ്പോൾ ഈ പാപത്തെപ്പറ്റി മറ്റൊരു കാര്യം മനസ്സിലാക്കണം. അത് പറഞ്ഞുതരാം. വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പാപത്തെപ്പറ്റിയൊരു ബോധം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവാൻ, നമുക്കെല്ലാവർക്കും ഉണ്ടാവാൻ. ഞാൻ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഈ ഞാൻ മാറി നിൽക്കുന്ന ആളായിട്ടല്ല, അത് ഭാഷ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമുക്ക് പാപമെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം ഞാൻ മറന്നുപോയല്ലോ. അതായത് ഓർത്തു, കുഴപ്പമില്ല, പറയാം. പാപം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ മാത്രമുള്ളതല്ല എന്ന് മനസ്സിലായല്ലോ. നമ്മൾ ചിന്തിക്കുന്നതും പാപമാണ്. എന്ത് ചിന്തിക്കുന്നത്? പാപം ചെയ്യുവാൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, നമ്മളുടെ മനസ്സിൽ പാപം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ച് കഴിയുമ്പോൾ തന്നെ ആ പാപം ചെയ്യാനുള്ള എല്ലാ അശുദ്ധ വ്യാപാര ശക്തികളും ഒരുമിച്ച് കൂടി നമ്മുടെ ഉള്ളിൽ താവളമടിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന് സ്ഥാനമില്ലാതാകുകയും നമ്മൾ പാപം ചെയ്തതുപോലെയുള്ള കൃപ വ്യാപാരം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കാവുകയും ചെയ്യും. ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പാപമെന്ന് തോന്നുന്ന കാര്യമൊന്നും ആയിരിക്കത്തില്ല. ഇപ്പോൾ കോടതിയിൽ നിങ്ങളുടെ സഹോദരനെതിരെ നിങ്ങൾ ന്യായം പറയുവാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കുറച്ച് ലാഭം കിട്ടുന്ന കാര്യമാണ്, അതുകൊണ്ട് ചെറിയൊരു കള്ളം പറഞ്ഞേക്കാം. ചെറിയൊരു കള്ളമല്ലേ? അവനും ദോഷമില്ല, എനിക്കും ദോഷമില്ല, എനിക്ക് കുറച്ച് പൈസയും കിട്ടും. അതുകൊണ്ട് വക്കീലുമായിട്ട് ചേർന്ന് ചെറിയൊരു കള്ളം പറഞ്ഞേക്കാം. അപ്പോൾ കർത്താവിനെ നമ്മൾ ഫ്രെയിം വർക്കിലാക്കി. ഇതിന് കുഴപ്പമില്ലല്ലോ, ഫ്രെയിം വർക്ക് അവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞു. നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ ഈ തീരുമാനം എടുത്തപ്പോൾ തന്നെ ചെയ്തതുപോലെയാണ്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. നിങ്ങളിൽ ആ പാപചിന്ത വന്നു, ആ പാപം ചെയ്യാനുള്ള തീരുമാനം നിങ്ങളെടുത്തു, നിങ്ങൾ ഇന്ന് പോകുവാൻ തുടങ്ങുകയാണ്. ആ പോകുന്ന വഴിക്കാണ് ദൈവം വീണ്ടും വാണിംഗ് തരുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ആ പോകുന്ന അവസരത്തിൽ തന്നെ വാണിങ്സ് തരും. അത് മനസ്സിലാക്കുവാൻ, ഭേദാഭേദങ്ങളെ വിവേചിക്കുവാനുള്ള ആത്മീക വ്യാപാരം ഉണ്ടാകണം. എടുക്കാമോ? അല്ല, മനസ്സിലായോ? ഫിലിപ്പിയർ 1:9. ഫിലിപ്പിയർ 1:9. അങ്ങനെ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചിട്ട് പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ച് നിങ്ങൾ
ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. എന്ന് പറഞ്ഞാൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഡിസേൺമെൻറ്റ് പവർ നിങ്ങൾക്ക് കിട്ടണം. അല്ലെങ്കിൽ തെറ്റ് ഏത് ശരിയെന്ന് ചിന്തിക്കുവാൻ പറ്റത്തില്ല. തെറ്റെല്ലാം നമ്മൾ ശരിയായിട്ട് ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് ചെന്ന് വീഴും. ഇങ്ങനൊരു പിശാചിൻ്റെ ഒരു കെണിയാണ്. ഇത് വലിയ വലിയ കെണിയാണ്. ഇത്തരം കാര്യങ്ങളാണ് പിശാച് ചെയ്യുന്നത്. അല്ലാതെ കടുക് മാറ്റി വയ്ക്കലും ടയർ പഞ്ചറാക്കലും അല്ലെങ്കിൽ കാല് തെറ്റി വീഴുന്നതും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിടെ തെന്നി വീഴുന്നതും എല്ലാം പിശാചിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടിട്ടിട്ട് അവനെ അവമാനിക്കരുത്. ഒന്നുമല്ല, ഒരു കാലത്ത് ഏഞ്ചിലായിരുന്നവനാണ്. അവന് ചില സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്, നമ്മുടെ കൂട്ടൊന്നുമല്ല. അവൻ നല്ല ഒന്നാം തരം ട്രാക്ക് നമ്മൾ വളരെ കുതന്ത്രനാണ്. നമ്മൾ പോലും അറിയത്തില്ല. മൂക്കും കുത്തി താഴെ വീഴുമ്പോഴായിരിക്കും നമ്മൾ പടുകുഴിയിൽ വീണെന്നറിയുന്നത്. വലിച്ചുകൊണ്ട് മേലോട്ട് കയറ്റുമ്പോൾ ആലോചിക്കണം. കർത്താവിനെ ഇങ്ങനെ കൊണ്ടുപോയി, വാടാ മോനെ, വാ മലയുടെ മണ്ടയ്ക്കോട്ട് വാ. കർത്താവിന് എന്നെ മുന്നമേ അറിയാവുന്നതുകൊണ്ട് അല്ലേ, താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. യോഹന്നാൻ 6:6 എന്ന് വായിച്ചേ. യോഹന്നാൻ 6:6 എന്ന് വായിച്ചേ. യോഹന്നാൻ 6:6. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. ഞാൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിയുന്നു. എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ആ പിശാചിൻ്റെ പുറകെ അല്ലെങ്കിൽ പിശാച് വലിച്ചുകൊണ്ട് പോകുമ്പോഴും കർത്താവിനറിയാം എവിടോട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത് വരും. കർത്താവിനേക്കാളെ വലിയ ആയുധം കയ്യിൽ എന്തിയിരിക്കുക. നമ്മുടെ കയ്യിൽ ആയുധമില്ല, അതാണ് പ്രശ്നം. ആയുധമില്ല. നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ് എന്ത്? ഇതാണ് ആയുധം. ദൈവവചനമാണ് ആയുധം. വേറൊരു ആയുധവും തൽക്കാലം നമ്മളിപ്പം തുടക്കത്തിൽ എടുക്കണ്ട. വലിയ വലിയ ആയുധങ്ങളൊക്കെ വേറെ തരും. ഇത് വലിയ ആയുധമാണ്, പക്ഷേ നല്ല മീകാലിൻ്റെ കയ്യിലിരിക്കുന്ന വാളൊക്കെ ഉണ്ട്, അതൊക്കെ തരും. നമ്മൾ വെട്ടണം. അപ്പോൾ മീകായിലും പരിശുദ്ധന്മാരും മാതാവും പരിശുദ്ധ റൂഹ എല്ലാം കൂടെ നമ്മളെ സഹായിച്ച് ഇവനെ തോൽപ്പിക്കും. അതാണ് ഈ വെളിപാടിൽ കാണുന്ന യുദ്ധം എന്ന് പറയുന്നത്. ഇതിങ്ങനെ വരാൻ പോകുന്ന ഒരു കാര്യമൊന്നുമല്ല. വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ പിതാക്കന്മാരൊന്നും അത് വ്യാഖ്യാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരും അതിൽ മുതിരാത്തത്. ചുമ്മാ കയറി വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് എങ്ങനെകളിലും വ്യാഖ്യാനിക്കാം. നമുക്ക് സഭാപരമായൊരു വ്യാഖ്യാനം പിതാക്കന്മാരുടെ ജീവിത നടപടിക്രമങ്ങളിൽ നിന്നുണ്ടെങ്കിലേ അതെടുത്ത് വ്യാഖ്യാനിക്കാവൂ എന്നാണ്. കാരണം അത് വ്യാഖ്യാനങ്ങൾ നടത്താൻ കുഴപ്പമില്ല. പരിശുദ്ധാത്മാവിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വ്യാഖ്യാനിക്കാം. പക്ഷേ അതെല്ലാം ഒരു പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ വെള്ളക്കുതിര, ചുവന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി അതിൻ്റെ എസെൻഷ്യൽ നേച്ചർ കിടക്കുന്നത് ഈ യുദ്ധമാണ്. അവസാനത്തെ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ നമ്മൾ പങ്കാളികളാണ്. ഇത് പാപത്തോടുള്ള വലിയ പോരാട്ടമാണ്. അപ്പോൾ അകത്ത് നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ അതിനെ പടവെട്ടി തോൽപ്പിച്ച് ഇല്ലാണ്ടാക്കി നിർവീര്യമാക്കി കളയണം. അതാണ് പിശാച് തന്ത്രം മെനയുമ്പോൾ നമ്മൾ ആത്മീയ തന്ത്രങ്ങളെ മെനയണം. ആത്മീയ തന്ത്രങ്ങളെ മെനയാൻ ആദ്യം ഇത് കണ്ടെത്തി ഭക്ഷിക്കണം. യെരമ്യാ 15:16 വായിച്ചു. യെരമ്യാ 15:16 വായിക്കുക, പെട്ടെന്ന് വായിക്കും. യെരമ്യാവ് 15:16. ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എൻ്റെ സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമാവുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ നാമം എൻ്റെ മേൽ വിളിച്ചിരിക്കുന്നുവല്ലോ. അത് കണ്ടെത്തി ഭക്ഷിക്കണം. 34:16 യെശയ്യാവ് 34:16. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അതിലൊന്നും കാണാതിരിക്കില്ല, അതിലൊന്നിനും ഇണ കിട്ടാതെയും ഇരിക്കില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്. ഇണയുണ്ട്. അതായത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഇണ വായിച്ചു തരും. ക്രോസ് റെഫറൻസ് നോക്കരുത്. അതല്ല ക്രോസ് റെഫറൻസ് അവിടെ എഴുതിയിട്ടിട്ടോട്ടെ. നമുക്കുള്ളത് പരിശുദ്ധാത്മാവിനെ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് തമ്മിൽ അങ്ങ് കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2 ഇണകൾ കൂടിച്ചേർന്നാൽ എന്ത് കിട്ടും? എന്തുണ്ടാവും? പറയാൻ നാണം ഉണ്ടോ? ഇണകൾ ചേർന്നാൽ എന്തുണ്ടാവും? പുതിയ ജീവനുണ്ടാവും. അപ്പോൾ ഇണയെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുമ്പോൾ ഒരു പുതിയ കുഞ്ഞിനെ കിട്ടും. ആ കുഞ്ഞിനെയാണ് അന്ന് തോളിലിട്ടുകൊണ്ട് നടക്കേണ്ടത്. എന്നിട്ട് വൈകിട്ട് കൊണ്ടുപോയി ആ കുഞ്ഞിനെ ഞാൻ കൊടുത്തേക്കണം. കുഞ്ഞിനെ ഞാൻ ഇന്ന് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതായത് രാവിലെ എണ്ണീച്ചിരുന്ന് വേദോസം വായിക്കണം. വായിച്ച് ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസൊക്കെ അങ്ങോട്ട് ഫീൽ ചെയ്യുമ്പോൾ നിനക്കുള്ള സാധനം വേണ്ടി ഇപ്പുറത്തൂടെ ഒന്നൊക്കെ വായിച്ച് നോക്കിയെന്ന് പറയും. അപ്പോൾ അവിടോട്ടൊന്ന് നോക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ കൊള്ളാമല്ലോ, പുതിയൊരു വലിയ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ വെളിച്ചങ്ങൾ ഉണ്ടാവണം. അത് നിങ്ങൾ എഴുതി വയ്ക്കണം.
ഇത് പിതാക്കന്മാർക്ക് മാത്രമൊന്നുമല്ല പ്രാർത്ഥന എഴുതാൻ പറ്റും, നമുക്കും പറ്റും. പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ പ്രാർത്ഥനകൾ എഴുതുവാൻ പറ്റും. അങ്ങനെ എഴുതി വയ്ക്കണം. അങ്ങനെ വെളിച്ചങ്ങൾ ഉണ്ടാകുന്നത് ഇണ ചേരുമ്പോഴാണ്. ആ കുഞ്ഞിനെ അന്ന് സന്തോഷിപ്പിക്കണം. എന്നിട്ട് വൈകിട്ട് കിടക്കാൻ നേരം ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തിട്ട് പറയണം, കുഞ്ഞ് താണ്ട എന്ന് പറയണം. നാളെ എണ്ണീച്ച് അടുത്ത കുഞ്ഞിനെ തരും. എത്ര ദിവസങ്ങൾ നമുക്ക് ആയുസുണ്ടോ അത്രയും ദൈവവചനങ്ങളുടെ കുഞ്ഞുങ്ങൾ നമുക്കുണ്ട്. നമ്മളാരും മക്കളില്ലാത്തവരല്ല. മക്കളില്ലാത്തവർ വിഷമിക്കേണ്ടതുണ്ട്. ഇഷ്ടം പോലെ മക്കൾ. ദൈവവചനം ചെറിയ കുഞ്ഞൊന്നുമല്ല, അത് കർത്താവാണ് ദൈവവചനം എന്ന് പറയുന്നത്. ദൈവനിശ്വാസിതം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ തോളിലിട്ടുകൊണ്ട് നടന്നാൽ അത് എന്തൊരു ആനന്ദമാണ്. അത് ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആത്മാവ് നമ്മളെ പ്രേരിപ്പിച്ചെങ്കിൽ മാത്രമേ ആ ആനന്ദം നമുക്ക് അനുഭവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ തിരിച്ചു വരാം. ഇവിടെ പറയുകയാണ്, എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുണ്ടോ? അതായത് വിധിച്ചുകൊണ്ടിരുന്നാൽ നീ വിചാരിക്കരുത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീയും അതേ വിധി പ്രാപിക്കും. അതുവരെയാണ് നമ്മൾ നോക്കിയത്. അടുത്ത വാക്യം നോക്കിയേ. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. അതായത് നമുക്കൊരു രീതിയുണ്ട്. ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ദൈവം നീതിമാനും എൻ്റെ കാര്യത്തിൽ കാരുണ്യവാനുമാണ് എന്നാണ് നമ്മുടെ വിചാരം. അവൻ്റെ കാര്യത്തിൽ, അതായത് മുമ്പേ നമ്മൾ ഉപയോഗിച്ച ഉദാഹരണം തന്നെ എടുത്തുള്ള, കോർട്ടിൽ എൻ്റെ സഹോദരനെതിരെ നമ്മൾ പറയാൻ പോകുമ്പോൾ, കോടതിയിൽ നമ്മുടെ സഹോദരനെതിരെ നമ്മൾ മൊഴി പറയാൻ പോകുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അവൻ തെറ്റുകാരനാണ്, അവന് ദൈവത്തിൻ്റെ നീതി വരണം. പക്ഷേ ഞാൻ പറയുമ്പോൾ എന്നോട് കരുണയുള്ളവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയെ നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന അതുകൊണ്ടാണ് ഈ ഭാഗത്തെ പറയുന്നത് സിൻ ഓഫ് പ്രിസംഷൻ എന്നാണ്. പ്രിസംഷൻ അതായത് പ്രീ അസ്യൂം ചെയ്യുകയാണ് നമ്മൾ. ദൈവം എന്നോട് കരുണയും മറ്റുള്ളവനോട് നീതിയും ഉള്ളവനാണ് എന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെയാണ്. അങ്ങനെ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അടുത്ത വചനം നോക്കിയേ. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ച് വയ്ക്കുന്നു. ശ്രദ്ധിക്കണം. എന്തുവാ ചരതിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ചരതിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അക്യൂമുലേറ്റ് ചെയ്യാന്നാണ്, കൂട്ടി വയ്ക്കുകയാണ്. എന്താണ് ഇവിടെ കൂട്ടി വയ്ക്കുന്നതെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ ക്രോധമാണ്. സമയം എന്താണെന്ന് കൂടെ ഞാൻ നോക്കിക്കോട്ടെ. ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കൊരു പിടിയുമില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് പോവുകയും വേണമല്ലോ. 12:24 നമുക്ക് 12:30 നിർത്തി നമുക്ക് നമസ്കാരം നടത്തണം. അപ്പോൾ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലുമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചരതിച്ച് വയ്ക്കുക, അതായത് പാപം അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്താൽ അത് കനത്ത ക്ലാവ് പോലെ ആവുന്ന യെഹെസ്കേൽ 24-ാം അധ്യായത്തിലുണ്ട്. 24:12 വായിച്ചു. പെട്ടെന്ന് എടുക്കുന്ന ആരെങ്കിലും പെട്ടെന്ന് അങ്ങ് വായിച്ചോളൂ. 24:12 യെഹെസ്കേൽ. അവളുടെ കനത്ത ക്ലാവ് അവളെ വിട്ടുപോകുന്നില്ല. കാരണം പാപം ചെയ്ത് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുക, മാനസാന്തരം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? കഠിനമാണ് ഹൃദയം. ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി. അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ടിട്ടും ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. നമുക്കും ദൈവം ഇഷ്ടം പോലെ സൂചനകളും മുന്നറിയിപ്പുകളും തന്നിട്ടും നമ്മൾ ഇതെല്ലാം അവഗണിച്ചിട്ട് പാപത്തിന്മേൽ പാപം ചരതിച്ച് വയ്ക്കുകയാണ്. ഇന്ന് ചെയ്ത പാപത്തിൻ്റെ മുകളിൽ അടുത്ത പാപം. ഇത് കഴുകിക്കളയുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഇന്ന് വൈകിട്ട് കുളിക്കാതെ കിടന്നു എന്ന് വിചാരിക്കുക. നാളെ വൈകിട്ടായപ്പോഴാണ് കുളിച്ചത്. അപ്പോൾ നാളത്തെ അഴുക്കും ഇന്നത്തെ അഴുക്കും അവിടെ ഉണ്ട്. അത് അക്യുമുലേറ്റഡായി. അങ്ങനെ ഒരു മാസം കുളിക്കാതിരുന്നിട്ട് പിന്നെ നിങ്ങൾ തന്നെ കുളിച്ചാൽ അഴുക്ക് പോകത്തില്ല. നിങ്ങളെ കൊണ്ട് തൊലി വേറെ വല്ല ശാലയിലും കൊടുക്കേണ്ടി വരും. ഇത് തന്നെ പാപത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥയ്ക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നമുക്ക് 1 തെസ്സലോനിക്കർ 2:14 എന്ന് വായിച്ചു. 1 തെസ്സലോനിക്കർ 2:14. 1 തെസ്സലോനിക്കർ 2:14 എടുത്തോ.
ഉം. 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 ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ സുവിശേഷകളെ തടുക്കുന്നു. എന്നിട്ട് അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ മുഴുത്തു വരികയാണ്. അതാ ദൈവകോപം എന്ന് പറയുന്നത് ദൈവം കോപിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അല്ലത്. ദൈവം സ്നേഹവാനാണ്, അങ്ങനെ എല്ലാവരോടും കോപിച്ചിരിക്കുന്ന ആളല്ല. പക്ഷെ നമ്മൾ പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ അനന്തരഫലമായി നമ്മളിൽ മേൽ ദുരിതങ്ങൾ വന്നു കയറും. അത് ദൈവം തരുന്നതല്ല. ദൈവം അങ്ങനെ ആരെയും ദുരിതത്തിൽ വിടത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറുതും വലിയുമായ എല്ലാ പാപങ്ങൾക്കും അതിൻ്റെ പ്രത്യാഘാതം അതിൽ തന്നെ ഉണ്ട്. അതൊരു പാക്കേജാണ്. പാപം ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടും, ആ സുഖത്തിൻ്റെ കൂടെ ഒരു ദുരിതം പാക്കേജാണ്. അതങ്ങ് വരും. ഇന്നല്ലേ അത് നാളെ വന്നിരിക്കും, ഒരു സംശയം വേണ്ട. ഇതിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ചെയ്തു പോയി കർത്താവേ, എനിക്ക് ദുരിതം ഉണ്ടാകരുതേ. ഇത് പിശാച് തരുന്നതാണ് ഈ ദുരിതങ്ങൾ. പിശാചാണ് നമ്മളെ കൊണ്ട് ദുരിതത്തിലാക്കുന്നത്. ദൈവമക്കളെ ദൈവം ഒരിക്കലും ദുരിതത്തിലേക്ക് വിടത്തില്ല, അത് അവൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാപത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ഈ ദുരിതം നമ്മുടെ മേൽ വന്നു കയറും. 6-ാം വാക്യം, അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തികൾക്ക് തക്ക പകരം ചെയ്യും. അതിങ്ങനെ പൈലിങ്ങപ്പ് നടക്കുന്നതുകൊണ്ടാണ്. പാപത്തോട് പാപം കൂടുകയാണ്. യെശയ്യാവ് 30:1 വായിച്ചേ. യെശയ്യാവ് 30:1. യെശയ്യാവ് 30:1. പാപത്തോട് പാപം കൂട്ടുവാൻ എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോൻ്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രൈമിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. ഇപ്പോൾ പാപത്തോട് പാപം കൂട്ടുകയാണ്. ഇതാണ് പൈലിംഗ് അപ്പ് എന്ന് പറയുന്നത്. അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണ പ്രതിഫലം നൽകും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. ഇവിടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് സമയമില്ല. ഓടിച്ചു വിടണോ? വേണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പോയാൽ പോരെ. അപ്പോൾ ഇതിൻ്റെ കാര്യം മാത്രം ഒന്ന് പറയാം. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. തേജസ്, മാനം, അക്ഷയത, ഇത് ആരുടെ ഗുണവിശേഷങ്ങളാണെന്നറിയാമോ? ആത്മാവിൻ്റെ ഗുണവിശേഷങ്ങളാണ്. തേജസ്, മാനം, അക്ഷയത. ആത്മാവ് അക്ഷയമാണ്, ശരീരം ക്ഷയിക്കുന്നതാണ്. ആത്മാവിൻ്റെ ഗുണവിശേഷങ്ങളാണ് ഇത് നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത ഉള്ളവർക്കാണ് ഈ തേജസ് കിട്ടുന്നത്. ഇനി എന്താണ് നല്ല പ്രവൃത്തി? നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണോ നമുക്ക് ഇതെല്ലാം ഉണ്ടാവുന്നത്? ഇപ്പോൾ നിങ്ങൾ നൊയമ്പ് നോറ്റു എന്നതുകൊണ്ടല്ല കൃപ കിട്ടുന്നത്. കൃപയിലാണ് നിങ്ങളത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം കൃത്യമായിട്ട്. നമ്മളൊന്നും ചെയ്യുന്നില്ല, കർത്താവിൽ നമ്മളങ്ങ് ജീവിക്കുക. അപ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടത് സംഭവിച്ചു പോവുകയാണ്. നമ്മൾ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ട് പോകുന്നവരാണ്. എഫേസ്യർ 2:10 പെട്ടെന്ന് വായിച്ചു. എഫേസ്യർ 2:10. നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ട് പോകുന്നവരാകുന്നു. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കൈപ്പണിയായിട്ട് സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. അതാണ് സൽപ്രവൃത്തി. അല്ലാതെ കുറച്ച് പാപങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് എന്നാൽ നാളെ പോയി ഒരു 50 പേർക്ക് കഞ്ഞി വെച്ച് കൊടുത്തേക്കാം, ഒരു പ്രവൃത്തിയാണ്. ഒരു രക്ഷയില്ല. അതുകൊണ്ടൊന്നും പാപം നീങ്ങത്തില്ല. പാപം നീങ്ങണമെങ്കിൽ അനുദപിക്കണം, മാനസാന്തരപ്പെടണം, എന്നിട്ട് കർത്താവിൽ പ്രവൃത്തി ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി കർത്താവ് നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. അത് നമ്മളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ആ പ്രവൃത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് വെളിപ്പെടുവാനായിട്ട് ദിവസവും രാവിലെ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ചരിക്കുന്നതിൻ്റെ മുമ്പിൽ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അത് അവൻ്റെ ആത്മാവിന് അക്ഷയവും മാനവും തേജസ്സും ഉണ്ടാക്കും. എന്നാൽ നിത്യജീവനും അങ്ങനെയുള്ളവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അതായത് ദൈവകൽപ്പനയെ മറക്കുന്നവർക്ക് ക്രോധവും കോപവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരും. കണ്ടോ,
ഇത് ദൈവം വരുത്തുന്നതല്ല, തിന്മ പ്രവർത്തിക്കുന്നവന് വന്നു ചേരുന്നതാണ്. ആദ്യം യവനനും പിന്നെ യഹൂദനും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? ഇപ്പോൾ യഹൂദന്മാരോടാണ് പറയുന്നത്. അതായത് ആദ്യം ക്രിസ്ത്യാനിക്ക് വരും. പത്രോസിലൊരു വചനമുണ്ട്, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തരുടെയും പാപികളുടെയും ഗതി എന്താകുമെന്നാണ്. അഭക്തരുടെയും 1 പത്രോസ് 4:18. ഇനിയും സദൃശ്യവാക്യങ്ങൾ 11:31 വായിച്ചേ. സദൃശ്യവാക്യങ്ങൾ 11:31 പെട്ടെന്ന് വായിക്കണേ. സദൃശ്യവാക്യങ്ങൾ 11:31 വായിച്ചോ. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം. അപ്പോൾ തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും, അത് ത്രോണോസിൽ കയറി നിൽക്കുന്ന പട്ടക്കാരനായാലും കൊള്ളാം, പള്ളിയിലെ മുതിർന്ന ആളായാലും കൊള്ളാം, ട്രസ്റ്റി ആയാലും കൊള്ളാം, സെക്രട്ടറി ആയാലും കൊള്ളാം, ഞാൻ പള്ളിയിലെ പണിക്ക് മുഴുവൻ തുകയും സംഭാവന ചെയ്തവനായാലും കൊള്ളാം, നിൻ്റെ ഉള്ളിൽ നീ തിന്മ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ കർത്താവിൻ്റെ നീതി പ്രമാണമായിട്ട് നിൻ്റെ സ്വഭാവ രീതികളെയും ചേരികളെയും ദിവസവും കാലത്തും വൈകിട്ടും നീ അത് ഇരുന്ന് മനനം ചെയ്യുമ്പോൾ മനസ്സിലാക്കി തരുന്നുണ്ടെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആരായാലും കൊള്ളാം, നീ ചെയ്യുന്ന പ്രവൃത്തിയിൽ അതിൽ തന്നെ പാക്കേജിലുള്ള സാധനം ദുരിതമായിട്ട് നിന്നിൽ വന്നു ചേരും. അത് നീ നല്ല പ്രവൃത്തിയാണെങ്കിൽ അത് നിനക്ക് നിത്യജീവനായി മാറും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി ഒന്നുകൂടെ പറഞ്ഞേക്കാം. 7-ാം വാക്യം തൊട്ടൊന്ന് വായിച്ച്. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനും വരും. എല്ലാം ഈ ഓർഡറല്ല, ഇതിനൊരു ഓർഡറുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിക്കെല്ലാം ഓർഡറുണ്ട്. മരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ? മരിക്കുമ്പോൾ എന്താണ്? 1 തെസ്സലോനിക്കർ 4:16 ആ കാര്യം അല്ലേ? മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ പറ്റിയാണെന്ന് തോന്നുന്നു. അവിടെ മരിക്കുന്നവർ ആദ്യം ക്രിസ്തുവിൽ ഉയർക്കും, പിന്നെ ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ. അങ്ങനല്ലേ? ഒരു ഓർഡറല്ലേ? എന്ന് വായിച്ചേ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അത് മുഴുവൻ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ വായിച്ചാൽ മതി. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ ഏവനും ലഭിക്കും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. നമുക്കിന്നിവിടെ അവസാനിപ്പിക്കാം. അടുത്തത് വേറൊരു സെഷനാണ്. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെ ഈ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകുന്നുള്ള കാര്യം. അത് വേറൊരു സെഷനാണ്. നമുക്ക് അത് പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതായത് നീതി, ദൈവത്തിൻ്റെ നീതി യഹൂദനും യവനനും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ നിനക്കും നിൻ്റെ സഹോദരനും ഒരുപോലെയാണ്. അതായത് ഒരു വശം മാത്രം നമ്മൾ കാണരുത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചിലപ്പോൾ നമ്മുടെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നിയാൽ പോലും അപ്പുറത്തെന്തെങ്കിലും ന്യായമുണ്ടോ ദൈവം അതും കൂടെ കാണും. ദൈവം അതും കൂടെ കാണും. നിന്നെ മാത്രമല്ല കാണുന്നത്. നീ നിലവിളിക്കുന്നുണ്ടാവാം, പക്ഷേ അപ്പുറത്തെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദൈവം നീതിമാനാകുന്നു, അവൻ പരിശുദ്ധനാകുന്നു. ദൈവത്തെപ്പറ്റി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം സ്നേഹവാനാകുന്നു എന്നല്ല. ഇത് റോമർക്കെഴുതിയ ലേഖനം പഠിപ്പിക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ നമ്മളിത് പറഞ്ഞതാണ്. അതിനെ ന്യായീകരിക്കുവാനുള്ള വിവിധ കാര്യങ്ങളാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. ദൈവം സ്നേഹവാനാകുന്നു എന്ന് ആദ്യം പഠിക്കരുത്. ദൈവം നീതിമാനാകുന്നു, ദൈവം പരിശുദ്ധനാകുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മുടെ മനസ്സിൽ ഉറക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ളത്. അതായത് ആ പരിശുദ്ധിയുടെ ക്യാൻവാസിലാണ് എന്ത് വരയ്ക്കേണ്ടത്? സ്നേഹം വരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ എല്ലാ സ്നേഹവും ദൈവസ്നേഹമാണെന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ ന്യായീകരിക്കും. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം ന്യായീകരിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ സ്നേഹിക്കുമല്ലേ, മ്ലേച്ഛത ചെയ്താലും പറയും ഇത് സ്നേഹമല്ലേ. സ്നേഹമാണ്, പരിശുദ്ധിയില്ല. അതായത് പിശാചിനെ സ്നേഹിക്കുവാൻ പറ്റും, പിശാചിന് പരിശുദ്ധനാവാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് വെളിപ്പെടുന്നത്. റോമർ 5:5. അതോടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് നമ്മളിലേക്ക് തെളിഞ്ഞു വരുന്നത്? റോമർക്കെതിരെ ലേഖനത്തിൽ തന്നെ നമ്മൾ പിന്നീട് പഠിക്കേണ്ടതാണെങ്കിലും ഇത് വായിച്ചിട്ട് നമുക്കങ്ങ് അവസാനിപ്പിക്കാം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം
നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ക്യാൻവാസിലൂടെ കാണാവൂ. അല്ലെങ്കിൽ എല്ലാ സ്നേഹവും ദൈവസ്നേഹമാണ് തെറ്റിദ്ധരിക്കും. നമ്മൾ ചെന്ന് വലിയ പടുകുഴിയിൽ വീഴുകയും ചെയ്യും. നമുക്ക് ഒരു പാട്ടുപാടി നമുക്ക് ഉച്ചനമസ്കാരം നടത്താം.